ഹലോ എവ്രി വൺ, വെൽക്കം ടു സക്സസ് അക്കാഡമീസ് യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് SSC CGL 2020 ഒരു പേപ്പറാണ്. അതായത് 13th August 2021 ഷിഫ്റ്റ് 1 എല്ലാ റീസണിങ് സെക്ഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു അനാലജി ക്വസ്റ്റ്യൻ ആണ്. അതായത് 12ഉം 16 രണ്ട് പേഴ്സ് സംഭവം റിലേറ്റഡ് ആണ്. അങ്ങനെയാണെങ്കിൽ സിമിലർലി 16 കറസ്പോണ്ടിങ് നമ്പർ കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്യുക എങ്ങനെയാണ് ഇവർ റിലേറ്റഡ് ആയിട്ടുള്ളതെന്ന് നോക്കാം. 12 × 5 ആണ് 60 അല്ലേ? ഓക്കെ, അപ്പോൾ അതുപോലെ സിമിലർലി നമുക്ക് 16 × 5 ആണോ നമ്മുടെ ആൻസർ നോക്കാം. 16 × 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 80 ആണ്. ഓക്കെ, പക്ഷെ നമ്മൾ ഓപ്ഷൻസിൽ നോക്കുമ്പോൾ ആ നമ്പർ ഇല്ല, 80 എന്ന് പറയുന്ന നമ്പർ ഇല്ല. അപ്പോൾ വേറെ എന്തോ ലോജിക്ക് ഉണ്ട്. ഈ 12ഉം 16 റിലേറ്റ് ചെയ്യണം, വേറെ എന്തോ ലോജിക്ക് ഉണ്ട്. അല്ലെങ്കിൽ ഈ 12ൻ്റെ കൂടെ ഈ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ വന്നില്ലേ, 5 എന്ന് വന്നതിന് എന്തോ ഒരു ലോജിക്ക് ഉണ്ട്. ഈ 5 എന്ന് പറയുന്നത് എന്താണ്? 12 × 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 12ൻ്റെ ഹാഫിൻ്റെ ജസ്റ്റ് ബാക്കിലുള്ള നമ്പറാണ് അല്ലേ? 12ൻ്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ 6 ആണ്. അതായത് 12 × 6 ആണ് ഹാഫ്, 12/2 -1 ആണ് 5 എന്ന് പറഞ്ഞാൽ അല്ലേ? ഓക്കെ, സിമിലർലി ആ ലോജിക്ക് നമുക്ക് സെക്കൻഡ് 16ൻ്റെ കറസ്പോണ്ടിങ് ചെയ്ത് നോക്കാം. 16 × 16/2 എന്ന് പറഞ്ഞാൽ 8 ആണ്, -1. ഓക്കെ, 16/2 എന്ന് പറഞ്ഞാൽ 8 ആണ്, 8 - 1 എന്ന് പറഞ്ഞാൽ 7 ആണ് അല്ലേ? 16 × 7 എത്രയാണ്? നമുക്കറിയാം 112 ആണ് അല്ലേ? 16 × 7 എന്ന് പറയുമ്പോൾ 70 + 42 112. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഓപ്ഷൻ ബി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ലോജിക്ക് ഇതാണ്. അപ്പോൾ നമ്മൾ ഓപ്ഷൻസിനനുസരിച്ചിരിക്കും ആൻസർ. ഇവിടെ നമ്മൾ × 5 രണ്ട് കേസിൽ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ ആൻസർ ഓപ്ഷൻസിലില്ല. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആയിരിക്കും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ എഗെയിൻ ഒരു സിലോഗിസം ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ പറയണത് ഡിപ്രഷൻ മൂഡായിട്ടാണ് റിലേറ്റ് ആയിട്ടിരിക്കുന്നത് അല്ലേ? ഡിപ്രഷൻ മൂഡിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഡിസോർഡർ ആണ്. അതുപോലെ ഇൻസോംനിയ എന്ന് പറയാമല്ലോ. ഇൻസോംനിയ എന്ന് പറഞ്ഞാൽ ഇൻസോംനിയ എന്ന് പറഞ്ഞാൽ ഉറക്കമില്ലാത്ത അവസ്ഥേനെയാണ് നമ്മൾ ഇൻസോംനിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തിനെ എഫക്റ്റ് ചെയ്യണം? ഓപ്ഷൻസിൽ നോക്കുമ്പോൾ സ്ലീപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അല്ലേ? അപ്പോൾ സ്ലീപ്പിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഡിസോർഡർ ആണ് ഇൻസോംനിയ എന്ന് പറഞ്ഞത്. അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ എന്താ? മിസ്സിംഗ് നമ്പേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ് അല്ലെ? നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഒരു റോയിലും കോളംസിലും അല്ലെങ്കിൽ ഒരു ബോക്സിൽ പല നമ്പേഴ്സ് എന്നുണ്ടാവും, അതിലൊരു പെർട്ടിക്കുലർ നമ്പർ മിസ്സിംഗ് ആയിരിക്കും. അത് നമ്മൾ കണ്ടുപിടിക്കാം. ഓക്കെ, അത് നമുക്ക് ജസ്റ്റ് നമുക്ക് നോക്കാം എങ്ങനെയാണ് റിലേറ്റ് ആയിരിക്കണമെന്നുള്ളത്. അപ്പോൾ നമ്മൾ 3 റോസ് ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി ഈ തേർഡ് റോ എന്ന് പറഞ്ഞാൽ ഉള്ള നമ്പേഴ്സാണ് ബിഗർ നമ്പേഴ്സ്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ പറ്റുകയെന്ന് വെച്ചാൽ ഈ ഫസ്റ്റും സെക്കൻഡ് റോയിലുള്ള നമ്പേഴ്സിന് സം മാത്തമാറ്റിക്കൽ ഒരു ഓപ്പറേഷൻസ് ചെയ്യപ്പോഴാണ് നമുക്ക് ഈ തേർഡ് റോയിലുള്ള നമ്പേഴ്സ് കിട്ടുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ ജസ്റ്റ് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കോളം നമുക്ക് ചെക്ക് ചെയ്യാം. അതായത് 15 ഉണ്ട്, 4 ഉണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ഈ തേർഡ് എലമെൻറ്റ് കിട്ടണം, 44 എന്നുള്ള എലമെൻറ്റ് കിട്ടണം. അത് നമുക്ക് എങ്ങനെ കിട്ടുമെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മൾ ഈ തേർഡ് എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 11 × 4 ആണ് അല്ലേ? 4ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. ബാക്കിയുള്ള എലമെൻറ്റ്സ് നോക്കുമ്പോൾ നമുക്ക് എഗെയിൻ ഇത് 17 × 4 ആണ്, ഇത് 15 × 4 ആണ് അല്ലേ? അപ്പോൾ നമുക്കിതൊരു 4ൻ്റെ മൾട്ടിപ്പിൾ ആണ് നമുക്ക് മനസ്സിലായി. ഓക്കെ, അപ്പോൾ 44 നമുക്ക് എങ്ങനെ എഴുതാം? 11 × 4 എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്കിനി ഈ രണ്ട് നമ്പേഴ്സിൽ നിന്ന് സംഭവം ഇതിലോട്ട് റിലേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ 15 ആണ് കിട്ടിയേക്കണത്, ഇവിടെ 4 ആണ് കിട്ടിയേക്കണത്. ഓക്കെ, 15ഉം 4ഉം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി എന്ത്? 15 - 4 എന്ന് പറഞ്ഞാൽ 11 ആണ് അല്ലേ? അപ്പോൾ നമ്മളിവിടെ നോക്കിയപ്പോൾ ഇവിടെ 11 ഉണ്ട്. അപ്പോൾ 11 × 4, അതായത് ഈ രണ്ട് നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് × 4 ആണ് നമുക്ക് ചെയ്യപ്പോൾ എന്ത് കിട്ടി? തേർഡ് റോയിലുള്ള നമ്പർ കിട്ടിയത്. ഓക്കെ, സിമിലർലി നമുക്ക് ഇവിടെയും ചെക്ക് ചെയ്ത് നോക്കാം ആ ലോജിക്ക് വർക്ക് ആവുന്നുണ്ടാവുന്നു. അപ്പോൾ ഇവിടെ എന്താണ്? 60 എന്ന് പറഞ്ഞാൽ 15 × 4 ആണ്. സിമിലർലി നമ്മൾ ഇവിടെ നോക്കാം 21ഉം 6ഉം അല്ലേ? അപ്പോൾ നമ്മുടെ 15 കിട്ടുമല്ലോ. 21 - 6 എന്ന് പറഞ്ഞാൽ 21 - 6 എന്ന് പറഞ്ഞാൽ 15 ആണ്. അത് × 4 ആണ് ഇവിടെ നമുക്ക് തേർഡ് റോയിൽ വന്നേക്കുന്ന എലമെൻറ്റ്. അപ്പോൾ സിമിലർലി ഇവിടെ അങ്ങനെ തന്നെ ആയിരിക്കും. അതായത് ഇവിടെ എന്ന് പറഞ്ഞാൽ 68 എന്ന് പറഞ്ഞാൽ 17 × 4 ആണ്. ഓക്കെ, ഈ 68 എന്ന് പറയുന്ന നമ്പർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവണം അത് 17 × 4 ആണെന്ന്. അതായത് നിങ്ങൾ 1 to 20 വരെയുള്ള നമ്പേഴ്സിൻ്റെ ടേബിൾസ് എങ്കിലും പഠിച്ചിരിക്കണം. 17 × 4 ആണ് അല്ലേ? അപ്പോൾ നമുക്ക് അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ഈ നമ്പറും തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് 17 കിട്ടണമെന്നാണ്. അങ്ങനത്തെ നമ്പർ ഏതാണ്? അത് ഓപ്ഷൻ സി ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. നോക്കാം, 19ഉം 7ഉം തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് 17 കിട്ടും. അതായത് നമ്മളിവിടെ കിട്ടിയത് ഇത് രണ്ടിനും ഡിഫറൻസ് × 4 ആണ്. അതായത് 11 × 4 ആണ് ഇവിടെ നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് × 4 ആയിരിക്കണം 68. അപ്പോൾ ഡിഫറൻസ് പറഞ്ഞാൽ 17 ആയിരിക്കണം.
അപ്പോൾ നമുക്ക് ഓപ്ഷൻ സി ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം ഏതൊക്കെയാണെന്ന്. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ വരില്ല. ഓക്കെ, ഈ ഓപ്ഷൻ എന്തായാലും വരില്ല. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഓക്കെ 20 വരില്ല. 20 - 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര എഴുതണത് 13 ആണ് കിട്ടുന്നത്, അപ്പോൾ അതും വരില്ല. പിന്നെ നമ്മൾ 24 ആണ്. ഓക്കെ, 24 - 7 എന്ന് പറഞ്ഞാൽ എത്രയാണ് 17 ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ഫോളോ ചെയ്ത ലോജിക്കായിട്ട് വർക്കൗട്ട് ആവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ 4 ആയിരിക്കും. ഓക്കെ, അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അടുത്ത സെലക്ട് ദ വെൻ ഡയഗ്രാം ദാറ്റ് ബെസ്റ്റ് ഇലസ്ട്രേറ്റ്സ് എ റിലേഷൻഷിപ്പ് എമംഗ് ദ ഫോളോയിങ് ക്ലാസ്സസ്. ഓക്കെ, വെൻ ഡയഗ്രത്തിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. വിമൻ ഉണ്ട്, റിസർച്ചേഴ്സ് ഉണ്ട്, ഇൻട്രോവേർട്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വിമനെ റെപ്രസെൻ്റ് ചെയ്യുന്ന സെറ്റ് ഈ ഒരു സർക്കിളായിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. കാരണം എല്ലാത്തിലും സർക്കിൾ തന്നെയല്ലേ കാണിച്ചേക്കുന്നത്. അപ്പോൾ നോക്കാം. എന്നിട്ട് അടുത്ത കാറ്റഗറി റിസർച്ചേഴ്സിൻ്റെ കാറ്റഗറിയാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ചോദിക്കുക 3 ടൈപ്പ് റിലേഷൻഷിപ്സ് ആണ് പോസിബിൾ അല്ലേ സെറ്റ്സ് തമ്മിൽ. ഒന്നല്ലെങ്കിൽ എല്ലാം സെറ്റ്സും, വിമൻ എന്ന് പറഞ്ഞ സെറ്റ് എൻറ്റയർലി റിസർച്ചേഴ്സിൻ്റെ സെറ്റാണ്, സെറ്റിൻ്റെ ഉള്ളിലായിരിക്കണം. അല്ലെങ്കിൽ നേരെ തിരിച്ച് റിസർച്ചേഴ്സിൻ്റെ ഉള്ളിലായിരിക്കണം വിമൻ. അതാണ് ഫസ്റ്റ് കേസ്. അതാണോ നോക്കാം. അതായത് എല്ലാ വിമൻസും റിസർച്ചേഴ്സ് ആകാൻ ചാൻസ് ഉണ്ടോ? ഇല്ല. കാരണം സം വിമൻ റിസർച്ചേഴ്സ് അല്ലാതെ വേറെ ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് ഈ 2 റിസർച്ചേഴ്സിൻ്റെയും വിമൻസിൻ്റെയും സെറ്റ് നമുക്ക് എൻറ്റയർലി ഓവർലാപ്പ് ചെയ്യാൻ പറ്റില്ല. പിന്നെ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ സം വിമൻസ് ആർ റിസർച്ചേഴ്സ്. ഓക്കെ, അത് വർക്ക് ആവണ്ട അല്ലേ. സം വിമൻസ് ചില റിസർച്ചേഴ്സ് വിമൻസ് ആണല്ലോ. അപ്പോൾ നമുക്ക് ആ കോമൺ ആയിട്ടുള്ള എലമെൻറ്റ് കാണിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പാർഷ്യലായിട്ട് ഓവർലാപ്പ് ചെയ്യണം. റിസർച്ചിൻ്റെ സെറ്റും വിമൻസിൻ്റെ സെറ്റും പാർഷ്യലായിട്ട് ഓവർലാപ്പ് ചെയ്യണം. സിമിലർലി അടുത്ത സെറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആലോചിക്കുക ഇൻട്രോവേർട്സിൻ്റെ കേസ്. എല്ലാം ഇൻട്രോവേർട്സും വിമൻസ് ആണോ? അല്ല. അപ്പോൾ അഗെയിൻ പക്ഷേ ചില വിമൻസ് ഇൻട്രോവേർട്സ് ആണ്. അപ്പോൾ അഗെയിൻ ഒരു പാർഷ്യൽ ഓവർലാപ്പ്. സിമിലർലി റിസർച്ച് ഈ സെറ്റുമായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്യണമല്ലോ ഇൻട്രോവേർട്സിൻ്റെ സെറ്റിനാണ്. അപ്പോൾ നമ്മൾ അഗെയിൻ ചോദിക്കുക എല്ലാ ഇൻട്രോവേർട്സും റിസർച്ചേഴ്സ് ആണോ? അല്ല. അങ്ങനെ ആകണമെന്നില്ല. ചില റിസർച്ചേഴ്സ് എക്സ്ട്രോവേർട്സും ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഈ 2 സെറ്റ്സിലും പാർഷ്യലായിട്ടുള്ള ഓവർലാപ്പ് മതി അല്ലേ. നമുക്ക് ഇങ്ങനെ വെക്കാം. അപ്പോൾ ഇത് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ക്യൂബ്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മൾ കുറേ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് പ്രീവിയസ് സെഷൻസിലൊക്കെ. അപ്പോൾ ഇവിടെ അൺഫോൾഡഡ് ആയിട്ടുള്ളൊരു ക്യൂബ് തന്നിട്ടുണ്ട്, ഡൈസ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് ഫോൾഡ് ചെയ്യുമ്പോൾ ഹാഷിന് ഓപ്പോസിറ്റ് വന്ന സിമ്പിൾ ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ട്രിക്ക് എന്താണ്? സെയിം കോളത്തിൽ ഓൾട്ടർനേറ്റ് ആയിട്ട് വന്ന സിമ്പിൾസ് ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ അതായത് പെർസെൻറ്റേജും പ്ലസും ഓപ്പോസിറ്റ് ആയിരിക്കും, ആംബർസാൻഡും ഹാഷും ഓപ്പോസിറ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഡോളറും അറ്റും ഓട്ടോമാറ്റിക്കലി ഓപ്പോസിറ്റ് വരും, കാരണം അതിലെ ബാക്കിയുള്ള ഫേസ്. അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് ഡോളർ ബേസ് ആക്കി വെച്ച് മടക്കുന്നത് ആലോചിച്ചാൽ മതി. അപ്പോൾ പെർസെൻറ്റേജും പ്ലസും ഓപ്പോസിറ്റ് വരുമല്ലോ. ഓക്കെ, ഇത് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഹാഷിന് ഓപ്പോസിറ്റ് എന്താണ് വന്നതെന്നാണ് ചോദിച്ചത്. ഹാഷിന് ഓപ്പോസിറ്റ് എന്താണ്? ആംബർസാൻഡ് സിമ്പിളാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി വരും. അത് എളുപ്പം പറഞ്ഞല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഓക്കെ എംബഡഡ് ഫിഗറിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ ഈ ഫിഗറിൽ എംബഡഡ് ആയിട്ടുള്ളത് ഓപ്ഷൻസിൽ ഏത് ഫിഗർ ആണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഓപ്ഷൻസിൽ തന്നേക്കുന്ന ഫിഗർ എൻറ്റയർലി ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ഈ ഓപ്ഷൻ നോക്കുമ്പോൾ ജസ്റ്റ് നോക്കി ചെയ്താൽ മതി. പിന്നെ ഓപ്ഷൻ സി നോക്കുമ്പോൾ കണ്ടോ, ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്, 2 ലൈൻ ഇങ്ങനെ പോയിട്ടുണ്ട്, പിന്നെ ഇവിടെ 2 ലൈൻ ഉണ്ട്. ഇത് നമുക്ക് ഓപ്ഷൻസിലുണ്ടോ? ഇവിടെ ഉണ്ടോ നോക്കാം. ഓക്കെ, നോക്കുമ്പോൾ ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു എ ഷേപ്പിലൊരു ട്രയാങ്കിൾ ഉണ്ട്, പിന്നെ ഇവിടെ ഒരു ലൈൻ ഉണ്ട്. പക്ഷേ ഈ 2 ലൈൻസ് കണ്ടോ, ഈ 2 ലൈക്ക് സ്ലാൻഡഡ് ആയിട്ടുള്ള ലൈൻസ്, ആ 2 ലൈൻസും നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഫിഗറിൽ തന്നിട്ടില്ലല്ലോ. അതായത് ഇത് എക്സ്ട്രാ വന്ന ലൈൻസ് ആണ്. ഈ ലൈൻസ് എന്ന് പറഞ്ഞാൽ ഈ ഫിഗറിൽ ഇല്ല. അപ്പോൾ ഇത് എംബഡഡ് അല്ല, ഈ ഫിഗർ എംബഡഡ് അല്ല. നമുക്കിത് എലിമിനേറ്റ് ചെയ്ത് കളയാം. പിന്നെ നമുക്ക് ഓപ്ഷൻ ഡി നോക്കാം. ഓപ്ഷൻ ഡി നോക്കുമ്പോൾ കണ്ടോ, ഇവിടെ അതുപോലെ സിമിലർലി ഇവിടെ ഉണ്ട്, 2 ലൈൻ ഇങ്ങനെ പോയിട്ടുണ്ട്, അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ടുണ്ട്, ഇവിടെ വന്നിട്ടുണ്ട്, പിന്നെ ഇങ്ങനെ ഒരു ലൈൻ വന്നിട്ടുണ്ട്. അതായത് ഓപ്ഷൻ ഡിയിലുള്ള ഡി എന്ന് പറഞ്ഞാൽ എൻറ്റയർലി എംബഡഡ് ഫിഗറിലുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. എയും ബിയും ഈസിലി നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഡൗട്ട് വരുന്നത് ഓപ്ഷൻ സിയിലാണ്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഓപ്ഷൻസിലുള്ള എല്ലാ ലൈൻസും ഇതിലുണ്ടെങ്കിലാണ് എംബഡഡ് എന്ന് പറയുള്ളൂ. അല്ലാതെ ഇപ്പോൾ ഈ കേസിൽ നിന്ന് എക്സ്ട്രാ ലൈൻസ് ഒന്നും ഉണ്ട്, അതില്ലാത്ത ലൈനാണത്. അപ്പോൾ അത് എംബഡാന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, മിറർ ഇമേജിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മൾ കുറേ ചെയ്തിട്ടുള്ളതാണ്. ഇവിടെയാണ് മിറർ വെച്ചേക്കുന്നത്. അപ്പോൾ എൻ്റെ മിറർ ഇമേജ് എങ്ങനെ വരും? ഓക്കെ, മിറർ ഇമേജ് സംഭവിക്കുന്നത് ലെഫ്റ്റ് റൈറ്റ് ഇൻവേർഷൻ ആണ് നടക്കുന്നത്. ഇത് ലെഫ്റ്റ് സൈഡ്, ഇത് റൈറ്റ് സൈഡ്. അപ്പോൾ മിറർ ഇമേജ് എടുക്കുമ്പോൾ റൈറ്റ് സൈഡ് എന്ന് പറയുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡായിട്ട് വരും. ഇതിൻ്റെ മിറർ ഇമേജിൻ്റെ റൈറ്റ് സൈഡായിട്ട് വരുന്നത് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് ആയിരിക്കും. അതായത് ലെഫ്റ്റ് സൈഡിൽ വരുന്നത് ജെയുടെ മിറർ ഇമേജ് ആയിരിക്കും. ജെയുടെ മിറർ ഇമേജ് ഇങ്ങനെ വരും. ഓക്കെ, സിമിലർലി ഇവിടെ വരുന്നത് എമ്മിൻ്റെ മിറർ ഇമേജ് ആയിരിക്കും. എമ്മിൻ്റെ മിറർ ഇമേജ് അങ്ങനെ തന്നെ ഇരിക്കുന്നു. ഇനി ഓപ്ഷൻസിൽ ജസ്റ്റ് ചെക്ക് ചെയ്യാം, എന്നിട്ട് ഓപ്ഷൻ എലിമിനേഷൻ ചെയ്യാം.
അപ്പോൾ ഓപ്ഷൻ ബി നമുക്ക് എലിമിനേറ്റ് ചെയ്യാം, കാരണം ഇവിടെ എമ്മിൻ്റെ ഇതാണ് വന്നേക്കണം. ഓപ്ഷൻ ഡി നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ ഈ രണ്ട് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഓപ്ഷൻ എയും സിയിൽ ഏതാണ് ആൻസർ നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ ജസ്റ്റ് കമ്പയർ ചെയ്ത് നോക്കാം. ജെയും ഓക്കെ, ഫസ്റ്റ് രണ്ട് ലെറ്റർ അതുപോലെ ജെയുടെ മിറർ ഇമേജ് ആണ് വന്നേക്കുന്നത്, അത് കറക്റ്റാണ്. പിന്നെ നോക്കുമ്പോൾ എഫിൻ്റെ മിറർ ഇമേജും ഓക്കെ, അതും കറക്റ്റാണ്. ഇനി അടുത്ത് നോക്കുമ്പോൾ ഇവിടെ ക്യൂവിൻ്റെ കേസും ഇവിടെ ഓരുടെ മിറർ ഇമേജ് ആണ് വന്നേക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ ജസ്റ്റ് കമ്പയർ ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ വന്നത് ക്യൂ അല്ലേ, അപ്പോൾ തേർഡ് വരേണ്ടത് ക്യൂവിൻ്റെ മിറർ ഇമേജ് ആയിരിക്കണം വന്നത്. പക്ഷേ ഈ ഓപ്ഷനിൽ ഓയുടെ മിറർ ഇമേജ് അല്ലേ വന്നേക്കണം. അപ്പോൾ ഈ ഓപ്ഷൻ തെറ്റ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഓക്കെ, അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ കൗണ്ടിങ് ഓഫ് ട്രയാങ്കിൾസിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇതിൽ ബേസിക് ആയിട്ടുള്ള ഒരു ഫിഗർ ഉണ്ട്, നമ്മൾ ബേസിക് അറിഞ്ഞിരിക്കേണ്ട ഒരു ഫിഗറാണ്. അതായത് നമുക്കൊരു ട്രയാങ്കിൾ ഉണ്ട്. ട്രയാങ്കിളിൽ നമ്മൾ വെർട്ടെക്സിൽ നിന്ന് ബേസിലോട്ട് ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ആ ലൈൻ ഈ ട്രയാങ്കിളിനെ രണ്ട് പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കണം അല്ലേ. അങ്ങനെ ഇതിലെ ടോട്ടൽ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് എന്താണ്? ഈ പാർട്സിനെ നമ്പർ ചെയ്യുക, 1, 2 നമ്പർ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ സം എടുക്കുക. അതായത് 1 + 2 എന്ന് പറഞ്ഞാൽ 3 എന്ന് വരും. ഈ കേസിൽ 3 ട്രയാങ്കിൾസ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഫർദർ വേറൊരു ലൈൻ വെച്ചാണ് വേറൊരു ലൈനും കൂടി വെച്ച് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ മൊത്തം എത്ര പാർട്സ് ഉണ്ട്? 1, 2, 3 പാർട്സ് ഉണ്ട് അല്ലേ. അപ്പോൾ അതിൽ ടോട്ടൽ നമ്പർ ട്രയാങ്കിൾ 1 + 2 + 3, അതായത് 6 ട്രയാങ്കിൾസ് ഉണ്ടാവും. അപ്പോൾ ആ കൺസെപ്റ്റ് അറിയായിരിക്കും എന്ന് വിചാരിക്കുന്നത് ബേസിക് ആണ്, അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് അറിയാവുന്നത് ഇതാണ് നമ്മൾ അറിയേണ്ടത്. വെർട്ടെക്സിൽ നിന്ന് ഒരു ലൈൻ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്, രണ്ട് പാർട്സ് ആക്കി മാറ്റി. അപ്പോൾ ഈ ബേസിന് അബൌട്ട് എത്ര? 3 ട്രയാങ്കിൾസ് ഉണ്ടാവും. ഏതൊക്കെയാണ്? ഈ ഒരു ട്രയാങ്കിൾ, പിന്നെ ഈ വലിയ ട്രയാങ്കിൾ അല്ലേ, 3 ട്രയാങ്കിൾസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നമുക്ക് തന്നിരിക്കുന്ന ഫിഗറിൽ ഈ ഒരു ബേസിക് ഫിഗർ സ്പോട്ട് ചെയ്താൽ മതി. ഓക്കെ, അത് നമുക്ക് നോക്കാം. ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നോക്കുക, ഈ ബേസിന് അബൌട്ട് കണ്ടോ, ഈ ഒരു ട്രയാങ്കിളിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ 3 ട്രയാങ്കിൾസ് ഉണ്ട്. സിമിലർലി നമ്മൾ നോക്കുമ്പോൾ ഈ ബേസിന് അബൌട്ട് നോക്കുമ്പോൾ ഈ ഒരു ട്രയാങ്കിളിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, 1, 2 അല്ലേ. അപ്പോൾ ഇവിടെയും 3 ട്രയാങ്കിൾസ് ഉണ്ടാവും. സിമിലർലി നമ്മൾ ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോഴോ കണ്ടോ, ഈ ബേസിന് അബൌട്ട് വെർട്ടെക്സിൽ നിന്ന് ഒരു ലൈൻ പോയിട്ടുണ്ടല്ലോ, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിൽ എത്ര ട്രയാങ്കിൾസ് ഉണ്ട്? 3 ട്രയാങ്കിൾസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് മൊത്തം എത്ര ട്രയാങ്കിൾസ് കിട്ടി? 3 + 3 + 3 9 ട്രയാങ്കിൾസ് ഇപ്പോൾ കിട്ടി. ഇനി നമ്മൾ ഈ ഒരു ട്രയാങ്കിൾ നോക്കുക, കോമൺ ആയിട്ട് ഈ ഫിഗറിനും കോമൺ ആയിട്ടുള്ള ട്രയാങ്കിൾ, അതാണ് ഈ ഒരു ട്രയാങ്കിൾ. അപ്പോൾ +1 ട്രയാങ്കിൾ വന്നു, ആ വലിയ ട്രയാങ്കിൾ വന്നു. മാത്രമല്ല നമ്മൾ ഇവിടെ നോക്കുന്നുണ്ട്, ഇവിടെ ഒരു നമ്മൾ കൗണ്ട് ചെയ്യാത്തൊരു ട്രയാങ്കിൾ ഉണ്ട്, ഈ ട്രയാങ്കിളും കൂടി വന്നു. അപ്പോൾ മൊത്തം എത്ര ട്രയാങ്കിൾസ് ഉണ്ട്? 9 + 1 + 1 11 ട്രയാങ്കിൾസ് ഉണ്ട് ഈ കേസിൽ. ഓക്കെ, അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എളുപ്പം ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, അടുത്തത് ഫിഗർ സീരീസിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഒരു സീരീസ് ഓഫ് ഫിഗേഴ്സ് എന്നാണ് അതിൻ്റെ ക്വസ്റ്റ്യൻ മാർക്കിൽ എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ഫിഗറിൽ കമ്പയർ ചെയ്ത് പോയാൽ മതി അല്ലേ. അപ്പോൾ നമുക്ക് ഈ രണ്ട് ഫിഗേഴ്സ് ഫസ്റ്റ് കമ്പയർ ചെയ്ത് നോക്കാം. കമ്പയർ ചെയ്യുമ്പോൾ സ്റ്റാർ ഈ പൊസിഷനിലാണ് സ്റ്റാർ ഇരുന്നത്. നെക്സ്റ്റ് ഫിഗറിൽ സ്റ്റാറിൻ്റെ പൊസിഷൻ ഇവിടെ വന്നു അല്ലേ. അതേസമയം ഈ പൊസിഷനിലുള്ള ആരോ സിമ്പിൾ നെക്സ്റ്റ് ഫിഗറിൽ ഈ ഒരു പൊസിഷനിലോട്ട് വന്നു. സ്റ്റാർ ഇങ്ങോട്ട് വന്നു, ആരോ സിമ്പിൾ ഇങ്ങോട്ട് വന്നു. ഇവിടെ ഒരു ഡയമണ്ട് ഷേപ്പിലുള്ള സാധനമാണ് അല്ലേ. ആ ഡയമണ്ട് ഷേപ്പ് എങ്ങോട്ട് വന്നു? നെക്സ്റ്റ് ഫിഗറിൽ അത് ഇങ്ങോട്ട് വന്നു. ഓക്കെ, ഇവിടെ എന്ത് വന്നു? അതായത് ഈ ഡോട്ട് സിമ്പിൾ മുകളിലോട്ട് വന്നു. അതായത് ഈ സിമ്പിൾസ് ഇങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യണത് അല്ലേ, ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഈ ഒരു ട്രയാങ്കുലർ ഷേപ്പിലാണ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സിമിലർലി നമുക്ക് ഓക്കെ, നമ്മൾ ഇവിടെയും കമ്പയർ ചെയ്യുമ്പോൾ നോക്കുക കണ്ടോ, ഈ പൊസിഷനിലുള്ള ഫിഗർ ഈ ഒരു ഡയറക്ഷനിലോട്ട് പോയി. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഫിഗർ ഇങ്ങോട്ട് പോയി കണ്ടോ, ഇങ്ങോട്ട് വന്നു. ഈ ആരോ സിമ്പിൾ താഴോട്ട് വന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇനി എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഈ അടുത്ത ഫിഗറിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഫിഗറിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഈ ഡയമണ്ട് സിമ്പിൾ ആയിരിക്കും ഇങ്ങോട്ട് വരിക. ഓക്കെ, അത് ഓപ്ഷൻസിൽ ജസ്റ്റ് ചെക്ക് ചെയ്യുക. അത് അത്രയും ചെയ്തിട്ട് നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ ഉണ്ട് ഈ ഓപ്ഷനിൽ സ്റ്റാർ സിമ്പിളാണ്. അപ്പോൾ ഈ ഏതല്ല ആൻസർ. ഇവിടെ ആരോ സിമ്പിളാണ്, ഈ ഓപ്ഷനും അല്ല. അപ്പോൾ ബിറ്റ്വീൻ ദീസ് 2 ഓപ്ഷൻസ് പിന്നെ നമ്മൾ ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഇത് തമ്മിൽ ജസ്റ്റ് കമ്പയർ ചെയ്ത് നോക്കുക, ഇവിടെ എവിടെയാണ് വ്യത്യാസം വന്നത് നോക്കുമ്പോൾ ഇവിടെ എല്ലാം സെയിം കറക്റ്റ് തന്നെയാണ് വന്നത് അല്ലേ. ഈ ഒരു പാർട്ട് മാത്രമേ ഡിഫറെൻ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ അവിടെ എന്ത് ലോജിക്കാണ് യൂസ് ചെയ്തേക്കണമെന്ന് നോക്കിയാൽ മതി. നമുക്ക് ജസ്റ്റ് കമ്പയർ ചെയ്യാം. ഫസ്റ്റ് ഫിഗറിൽ ഒരു വലിയ ട്രയാങ്കിളാണ്, പിന്നെ സ്മോൾ ട്രയാങ്കിളാണ്, പിന്നെ അടുത്ത ഫിഗറിൽ ഒരു വലിയ ട്രയാങ്കിളാണ്. അപ്പോൾ അടുത്ത ഫിഗറിൽ എന്തായിരിക്കും? ഒബ്വിയസ്ലി ഒരു ചെറിയ ട്രയാങ്കിളായിരിക്കും, ഈ പാറ്റേൺ ഫോളോ ചെയ്ത അനുസരിച്ചാണെങ്കിൽ. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആയിരിക്കും. ഓക്കെ, അത് ക്ലിയർ ആയില്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അടുത്തത് ഇൻ എ സർട്ടൺ കോഡ് ലാംഗ്വേജ് പെർമിറ്റ് ഇസ് റിട്ടൺ ആസ് VVLNOG, then how will inertia be written in that language? Okay, ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യും? വേർഡ് എഴുതുക, പ്ലേസ് വാല്യൂസ് എഴുതുക, അതുപോലെ കോഡ് എഴുതുക, അതിൻ്റെ പ്ലേസ് വാല്യൂസ് എഴുതുക, പിന്നെ കമ്പയർ ചെയ്യുക. അപ്പോൾ നമുക്ക് പറഞ്ഞ പോലെ ചെയ്ത് നോക്കാം.
നമുക്ക് തന്നിരിക്കുന്ന വേർഡ് പെർമിറ്റ് എന്നുള്ള വേർഡാണ്. ഓക്കെ, ഇനി പ്ലേസ് വാല്യൂസ് എഴുതാം. 16, 5, M എന്ന് പറഞ്ഞാൽ 13, I എന്ന് പറഞ്ഞാൽ 9, 20 എന്ന് പറഞ്ഞാൽ T എന്ന് പറഞ്ഞാൽ 20. ഇനി കറസ്പോണ്ടിങ് നമുക്ക് തന്നിരിക്കുന്ന കോഡ് എഴുതാം. കോഡ് എന്താ വരും? VVLNOG. ഓക്കെ, പ്ലേസ് വാല്യൂസ് എഴുതാൻ്റെ മുകളിൽ. ഓക്കെ, ഇനി ജസ്റ്റ് കമ്പയർ ചെയ്യാം എന്താണ് ഇവിടെ സംഭവിച്ചേക്കണം എന്നുള്ളത്. ഓക്കെ, പി എന്ന് പറഞ്ഞാൽ 16, 22 ആയി, അതായത് ഒരു +6 ഷിഫ്റ്റ് അല്ലേ? ഓക്കെ, +6 ഷിഫ്റ്റ് ആയി. ഇ എന്ന് പറഞ്ഞത് ഇ എന്ന് പറഞ്ഞാൽ 22 ആയി. ഓക്കെ, ഇയും വിയും കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് ഓപ്പോസിറ്റ് പെയേഴ്സ് ആണെന്നുള്ളത്. അത് നമ്മൾ എന്താണെന്ന് പറഞ്ഞിരുന്നു. ഓപ്പോസിറ്റ് പെയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് 13 ലെറ്റേഴ്സും പിന്നെ നെക്സ്റ്റ് 13 ലെറ്റേഴ്സും എഴുതുവാണെങ്കിൽ ഓപ്പോസിറ്റ് തന്നെ ആ ലെറ്റേഴ്സിനാണ്. അതായത് അവൻ്റെ പ്ലേസ് വാല്യൂസിൻ്റെ സമ്മ് 27 ആയിരിക്കും. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 5 ആണ്, ഇവിടെ 22 ആണ്. അത് നിങ്ങൾക്ക് ഫെമിലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ബേസിക്സ് അറിയാമെങ്കിൽ അത് ഫെമിലിയർ ആയിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ ഓപ്പോസിറ്റ് പെയേഴ്സ് ആണ് ഇവിടെ വന്നേക്കണം. ഓക്കെ, ഓപ്പോസിറ്റ് പെയേഴ്സ് ആണ് വന്നേക്കണം. പിന്നെ അടുത്ത് നോക്കാം, 6ഉം L ആണ് വന്നേക്കണത്. 6ഉം L നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എന്ത് വന്നു? ഓക്കെ, ഇവിടെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ -6 ചേഞ്ച് വന്നു. ഓക്കെ, അടുത്ത കമ്പയർ ചെയ്യാം. എമ്മും എന്നും നോക്കാം. എമ്മും എന്നും നോക്കുമ്പോൾ M 13, ഇത് N 14. ഓക്കെ, എഗെയിൻ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഓപ്പോസിറ്റ് പെയർ ആണ് വന്നേക്കണം അല്ലേ? എമ്മും എന്നും ഓപ്പോസിറ്റ് പെയേഴ്സ് ആണ്. അവരുടെ പ്ലേസ് വാല്യൂസിൻ്റെ സമ്മ് 27 ആണ്. എഗെയിൻ അടുത്ത് കമ്പയർ ചെയ്യാം, 9ഉം 16. ഓക്കെ, ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ +6 ഷിഫ്റ്റ് വന്നിട്ടുണ്ട്. 9 15 ആയി അല്ലേ? സിമിലർലി നമുക്ക് അടുത്ത കേസ് നോക്കാം. അടുത്ത് നോക്കുമ്പോൾ ഇവിടെയും ഇവിടെ വന്നേക്കുന്നത് ഓപ്പോസിറ്റ് പെയർ ആണ്. ടിയുടെ ഓപ്പോസിറ്റ് പെയർ ആണ് ജി. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കിയപ്പോൾ എല്ലാം ഓൾട്ടർനേറ്റ് ഈവൻ പൊസിഷൻസിലെ ഓപ്പോസിറ്റ് പെയേഴ്സ് ആണ് എടുത്തേക്കുന്നത്. പിന്നെ ഓഡ് പൊസിഷനിൽ ഫസ്റ്റ് പൊസിഷനിൽ 6 ആണ്, പിന്നെ -6 ആണ്, പിന്നെ +6 ആണ്. അപ്പോൾ അങ്ങനെ ഓൾട്ടർനേറ്റ് ചെയ്താണ് വേണം. ഫസ്റ്റ് +6 ആയി, പിന്നെ -6 ആയി, പിന്നെ +6 ആയി. സിമിലർലി നമുക്ക് തന്നിരിക്കുന്ന വേർഡ് ഇനേർഷ്യയുടെ എഴുതാം. പ്ലേസ് വാല്യൂസ് എഴുത്. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ ഈ പാറ്റേൺ അനുസരിച്ച് നമുക്ക് താഴെ എഴുതി നോക്കാം. ഓക്കെ, ഫസ്റ്റ് ലെറ്ററിന് എന്താണ് ചോദിച്ചത്? +6 ആണ് ചെയ്തത് അല്ലേ? അപ്പോൾ ഇവിടെ +6 ചെയ്യുക. +6 ചെയ്യുമ്പോൾ 15 വരും. ഓക്കെ, ഓപ്ഷൻസിൽ 15 എന്ന് പറഞ്ഞാൽ O ആണ് അല്ലേ? ഓപ്ഷൻസ് നോക്കിയപ്പോൾ ഓപ്ഷൻ ബിയും ഡിയും എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബിറ്റ്വീൻ A ആൻഡ് C ആണ് പിന്നെ നമുക്ക് നോക്കേണ്ട ആവശ്യമുള്ളൂ. അടുത്തതെന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് പെയർ ആണെന്ന് പറയണത് അല്ലേ? എന്നിൻ്റെ ഓപ്പോസിറ്റ് പെയർ ഏതാണ്? എന്നിൻ്റെ ഓപ്പോസിറ്റ് പെയർ M ആണ്, അത് നമുക്കറിയാം അല്ലേ? അപ്പോൾ OM വെച്ച് ഓപ്ഷൻ C ആയിരിക്കും OM വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. ഓപ്ഷൻ A നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പോയിന്റിൽ തന്നെ നമുക്ക് ആൻസർ കിട്ടി, ഓപ്ഷൻ C ആണെന്നുള്ളത് കിട്ടി. എന്നാലും നമുക്ക് അടുത്തത് ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് നോക്കാം. E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ E എന്ന് പറഞ്ഞാൽ 5th ലെറ്റർ ആണ് അല്ലേ? 5th ലെറ്റർ ആണ്. അതിൽ നിന്ന് -6 ചെയ്യണമെന്നാണ് പറയുന്നത്. +6 ഓപ്പോസിറ്റ് -6 ചെയ്യുമ്പോൾ E എന്ന് പറഞ്ഞാൽ 5 ആണ്. -6 ചെയ്യാന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യാന്നാണ്. മൈനസ് ഷിഫ്റ്റ് വന്നതിന് ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യാന്നാണ്. പക്ഷേ ലെഫ്റ്റിലോട്ട് 4 ലെറ്റേഴ്സും കൂടിയല്ലേ ഉള്ളൂ. ഈയുടെ ലെഫ്റ്റിൽ 4 ലെറ്റേഴ്സും കൂടിയല്ലേ ഉള്ളൂ. -6 ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ABCD നമ്മൾ ഈ ഒരു സീരീസ് ഇല്ല, ആൽഫബറ്റ് സീരീസ് 1 to 26 വരെ അല്ല. അത് കഴിഞ്ഞിട്ട് 26 കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും എഗെയിൻ സ്റ്റാർട്ട് ചെയ്യും. A മുതൽ സ്റ്റാർട്ട് ചെയ്യും, ABCD മുതൽ സ്റ്റാർട്ട് ചെയ്യും. അതായത് ഇപ്പോൾ ABCD എക്സെട്ര ടു XYZ. ഓക്കെ, 1 2 3 പിന്നെ ഇത് X24 25 26 ഇങ്ങനെയാണ് പോകുന്നത് അല്ലേ? ഇനിയിപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് 26 കഴിഞ്ഞിട്ട് ഒരു നമ്പർ വന്നാൽ അത് നമ്മൾ എഗെയിൻ Aയിലോട്ട് മാപ്പ് ചെയ്യും, Bയിലോട്ട് മാപ്പ് ചെയ്യും, Cയിലോട്ട് മാപ്പ് ചെയ്യും. അത് Aനെ നമ്മൾ 27 എന്ന് വിളിക്കും, Bനെ നമ്മൾ 28 എന്ന് വിളിക്കും, Cനെ നമ്മൾ 29 എന്ന് വിളിക്കും. അതായത് Z കഴിഞ്ഞിട്ട് നമ്മൾ ഈ നമ്പേഴ്സ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് നമ്മൾ ഒബ്സർവ് ചെയ്യാനായിട്ട് ബെസ്റ്റ് വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ABCക്ക് നമ്മൾ 1 2 3 എന്ന് നമ്പർ ചെയ്യാതെ 27 28 29 എടുത്ത് നോക്കിയാലും മതി. കാരണം Aന്ന് ഒരു -1 ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ Z-ലോട്ടല്ലേ പോണത്. കാരണം Z ഇവിടെ അഗെയിൻ നമ്പർ ഒരു സൈക്ലിക്ക് പോലെയാണ് ആ നമ്പറിങ് നമ്മൾ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ Aയുടെ ബാക്കിലുള്ള ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്ത് തന്നെ ലെഫ്റ്റിലോട്ടുള്ള ലെറ്റർ എന്ന് പറഞ്ഞാൽ Z ആണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ നമ്പർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക്
ജസ്റ്റ് ഈസി ആയിട്ട് കിട്ടും. അത് എന് നമ്മൾ 27 നമ്പർ ചെയ്ത് കഴിഞ്ഞാൽ എന്ന് 3 ലെറ്റേഴ്സ് ബാക്കിലോട്ട് എന്താണ് ലെഫ്റ്റിലോട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 27 - 3 അതായത് 24x ആയിരിക്കും. ഓക്കെ, അത് നമുക്ക് ഈസി ആയിട്ട് പറയാം. അപ്പോൾ നമുക്ക് ഇവിടെ നോക്ക്, ഇവിടെ 5 ആണ് വന്നേക്കണത് അല്ലേ. അപ്പോൾ നമുക്ക് -6 ഷിഫ്റ്റ് ആണ് ലെഫ്റ്റിലോട്ട് വരുത്തേണ്ടത്. അപ്പോൾ നമുക്ക് 5നെ എന്ത് വിളിക്കാം? 5നെ നമുക്ക് 26 ആണ് സെഡ്, അത് കഴിഞ്ഞിട്ട് 5th റൈറ്റിലോട്ട് 5 ടൈംസ് ആയിരിക്കുമല്ലോ ഇ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ സെഡ് എന്ന് പറയുന്നത് 26 ആണ്, എ എന്ന് പറയുന്നത് 27 ആണ് അല്ലേ. അപ്പോൾ ഈ നമ്പർ കറസ്പോണ്ട് എയുടെ കറസ്പോണ്ടിങ് നമ്പർ കിട്ടാൻ എന്താ നമ്മൾ ചെയ്യേണ്ടത്? 26 പ്ലസ് എയുടെ പ്ലേസ് വാല്യൂ ചെയ്താൽ മതി അല്ലേ, 27 എന്ന് പറയുന്ന നമ്പർ കിട്ടാൻ. അപ്പോൾ സിമിലർലി ഇയുടെ കറസ്പോണ്ടിങ് ആ 26 ആയിട്ടുള്ള നമ്പർ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 26 പ്ലസ് 5 ഇയുടെ പ്ലേസ് വാല്യൂ, അതായത് 31. അപ്പോൾ നമ്മളിവിടെ ഇക്ക് 5 ഓർ 31 നമുക്ക് വിളിക്കാം ഈസി ആയിട്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇനി നമുക്ക് ഷിഫ്റ്റ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. 31 - 6 എന്താണെന്ന് ചെയ്താൽ മതി. 31 - 6 എന്ന് പറഞ്ഞാൽ 25 അല്ലേ. 25 എന്ന് പറഞ്ഞാൽ y വരും. ഓക്കെ, നമ്മുടെ ഓപ്ഷൻ അനുസരിച്ച് y തന്നെയാണ്. ഇനി അടുത്ത കേസ് നോക്കാം. ഐയുടെ ഓപ്പോസിറ്റ് പെയർ എത്രയാണ്? 9 ആണ് വന്നേക്കുന്നത്. അപ്പോൾ i ആണ് വന്നേക്കുന്നത്. ആറിൻ്റെ ഓപ്പോസിറ്റ് പെയറാണ് i. ഓക്കെ, അടുത്തത് സെഡിൻ്റെ കേസ് നോക്കാം. +6 ഓപ്പോസിറ്റ് പെയർ, -6 ഓപ്പോസിറ്റ് പെയർ, അടുത്ത് +6 ആണ് അല്ലേ. +6 എന്ന് പറയുമ്പോൾ 20 + 6 എന്ന് പറയുമ്പോൾ 26 വരും. 26 എന്ന് പറഞ്ഞാൽ z ആണ്. പിന്നെ അടുത്ത കേസ് എന്താ? ഓപ്പോസിറ്റ് പെയർ ആയിരിക്കും. 9ൻ്റെ ഓപ്പോസിറ്റ് പെയർ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ വന്നേക്കണം, ഓപ്പോസിറ്റ് പെയർ ആണ്. 9ൻ്റെ ഓപ്പോസിറ്റ് പെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ i ആണ് അല്ലേ. സോറി, 9ൻ്റെ ഓപ്പോസിറ്റ് പെയർ എന്ന് പറഞ്ഞാൽ 6 ആണ്. അപ്പോൾ 6 വരും. ഓക്കെ, ഇനി അടുത്തത് എന്തായിരിക്കും? അടുത്തത് നമ്മൾ അഗെയിൻ നോക്കുമ്പോൾ +6 ഓപ്പോസിറ്റ് പെയർ, -6 ഓപ്പോസിറ്റ് പെയർ, +6 ഓപ്പോസിറ്റ് പെയർ, -6 ആയിരിക്കും. അടുത്ത് a - 6 എന്ന് വരും. അപ്പോൾ എനെ നമ്മൾ ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യാനായിട്ടുള്ള ബെസ്റ്റ് ഷിഫ്റ്റ് ചെയ്താൽ എന്താ കിട്ടണമെന്നുള്ള ബെസ്റ്റ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? എക്ക് 1 എന്നല്ല 27 എന്ന് പറഞ്ഞ നമ്പറുണ്ട്. അപ്പോൾ 27 - 6 ചെയ്യാം. 27 - 6 എന്ന് പറഞ്ഞാൽ 21 ആണ്. 21 എന്ന് പറഞ്ഞാൽ u ആണ്. ഓക്കെ, അതല്ലേ നമുക്ക് കിട്ടിയത്. ഓക്കെ, ഓപ്ഷൻ സി തന്നെ. അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എളുപ്പ ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്മൾ എൻറ്റയർലി ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷേ ഇതിൽ ഈ ഷിഫ്റ്റിൻ്റെ കാര്യം പറയാനാണ് ഞാൻ ആ ക്വസ്റ്റ്യൻ ഫുള്ളും ചെയ്തത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ 11th ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഒരു ബ്ലഡ് റിലേഷൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കണ പോലെ നമുക്ക് ചെയ്യാം. ദർ ആർ 6 മെമ്പേഴ്സ്, ഒരു ഫാമിലിയിൽ 6 മെമ്പേഴ്സ് ഉണ്ട്. ഇത് പറയുന്നത് ഫസ്റ്റ് റിലേഷൻ പറയുന്നത് n is son of b എന്നാണ്. ഓക്കെ, ബിയുടെ സണ്ണാണ് n എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരക്കാം, സൺ അല്ലേ. ഓക്കെ, സൺ ഓഫ് ബി ഹൂ ഈസ് നോട്ട് മദർ ഓഫ് n. ഓക്കെ, ബി എന്ന് പറഞ്ഞാൽ ബിയുടെ സണ്ണാണ് n, പക്ഷെ ബി എന്ന് പറഞ്ഞാൽ എന്നിൻ്റെ മദർ അല്ല എന്ന് പറയണത്. അപ്പോൾ ആരായിരിക്കും? ഫാദർ ആയിരിക്കും അല്ലേ. അത് ഇൻഡയറക്റ്റ്ലി അവർ പറഞ്ഞേക്കണേന്നുള്ളൂ. എൽ ഇസ് എ ബ്രദർ ഓഫ് ബി. ഓക്കെ, പിന്നെ എൽ ഇസ് എ ബ്രദർ ഓഫ് ബി എന്ന് പറയുന്നുണ്ട്. എല്ലും ബിയും ബ്രദറാണ്. ഓക്കെ, നമുക്ക് ഇങ്ങനെ എടുക്കാം. ഓക്കെ, അതായത് നമ്മളിവിടെ ചെയ്യുന്നത് സെയിം ജനറേഷനിലുള്ള പറഞ്ഞാൽ സെയിം ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്യും. യങ് ജനറേഷന് താഴെയും ഓൾഡർ ജനറേഷൻ മുകളിലായിട്ടും. നമ്മൾ ഫാമിലി ട്രീ കണ്ടിട്ടില്ല, ആ സെയിം സാധനം തന്നെ നമ്മൾ വേർഡ്സിൽ തന്നേക്കണതാണ്. അപ്പോൾ നമ്മൾ ആ ഫാമിലി ട്രീ സംഭവം വരക്കണം. ഓക്കെ, എൽ ഇസ് എ ബ്രദർ ഓഫ് ബി എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഡി ആൻഡ് ബി ആർ മാരീഡ് കപ്പിൾ. ഓക്കെ, ബിയും ഡിയും മാരീഡ് കപ്പിൾസ് എന്ന് പറയുന്നുണ്ട്. മാരീഡ് കപ്പിൾസ് എന്ന് പറയുമ്പോൾ ബി ഹസ്ബൻഡ് ആണെങ്കിൽ വൈഫ് ആയിരിക്കും. അതാണ് നമ്മൾ നെഗറ്റീവ് സിമ്പിൾ കൊടുത്തത്. ഓക്കെ, ഇവിടെ നമ്മൾ പ്രീവിയസ് സെഷൻസൊക്കെ കണ്ടവർക്ക് അറിയാൻ പറ്റും നമ്മൾ യൂസ് ചെയ്യണ ഫോളോ ചെയ്യാറുള്ള കൺവെൻഷൻസ് എന്താണ്. പ്ലസ് എന്ന് പറഞ്ഞാൽ മെയില്, മൈനസ് പറഞ്ഞാൽ ഫീമെയിൽ, അങ്ങനെയുള്ളൂ, ആ മീനിങ് ഉള്ളൂ ഇതിന്. ഓക്കെ, ഡി ആൻഡ് ബി ആർ മാരീഡ് കപ്പിൾ. ടി ഈസ് ഡോട്ടർ ഓഫ് ഡി. ഓക്കെ, ടി എന്ന് പറഞ്ഞാൽ ഡീൻ്റെ ഡോട്ടറാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിനെന്ത് വരക്കാം? ഇങ്ങനെ വരക്കാം. ഓക്കെ, ഡോട്ടർ അതായത് ഡിയുടെ ഡോട്ടർ എന്ന് പറയുന്നത് ബീൻ്റെ ഡോട്ടർ തന്നെയല്ലേ. അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി ഒരു ലൈൻ വരച്ചല്ലോ, അതായത് ബിയുടെ സണ്ണാണെന്ന്. അപ്പോൾ ഈ ലൈൻ ഇൻഡിക്കേറ്റ് ചെയ്യണത് ഡിയുടെയും ബിയുടെയും ചിൽഡ്രൻസ് ആണ്. ടിയും എന്നെന്ന് നമുക്ക് വേണമെന്ന് ഇൻഡയറക്റ്റ്ലി കിട്ടി അല്ലേ. ഇനി അടുത്ത് എന്താ പറയുക? ടി ഇസ് ഡോട്ടർ ഓഫ് ഡി. ഓക്കെ, ഡോട്ടർ ഓഫ് ഡി ഹൂ ഇസ് സിസ്റ്റർ ഓഫ് പി. ഓക്കെ, ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിയുടെ സിസ്റ്റർ ആണെന്നാണ് പറയണത്. ഓക്കെ, ടി ഇസ് ഡോട്ടർ ഓഫ് ഡി ഹൂ ഇസ് സിസ്റ്റർ ഓഫ് പി. ഓക്കെ, അപ്പോൾ ഈ ഹൂ വന്നു കഴിഞ്ഞാൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യണത് നിയറസ്റ്റ് ആയിട്ടുള്ള വേരിയബിളാണ് ഇൻഡിക്കേറ്റ് ചെയ്യണത്. അപ്പോൾ ഇവിടെ പറയണത് ടി ഈസ് ഡോട്ടർ ഓഫ് ഡി, അത് കിട്ടി. ആൻഡ് ഹൂ ഇസ് സിസ്റ്റർ ഓഫ് പി എന്ന് പറയുന്നത്. അപ്പോൾ ഡി എന്ന് പറയുന്നത് പിയുടെ സിസ്റ്റർ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ വരക്കാം, പിയുടെ സിസ്റ്റർ ആണ്, കാരണം സിസ്റ്റർ തന്നെയല്ലേ കിട്ടിയത്. പിയും ഡിയും സിബ്ലിങ്സ് ആണ്. അതാണ് നമ്മൾ സെയിം പാരൻറ്റിൽ നിന്നുള്ള 2 ആൾക്കാരെന്നാണ് ഉദ്ദേശിക്കുന്നത് ഇത്. ഓക്കെ, ഇനി ചോദിച്ചാൽ ഹൗ ഇസ് എൻ റിലേറ്റഡ് ടു ടി. എൻ ഇത് ടി ഇത്. ഓക്കെ, അപ്പോൾ ഈ റിലേഷൻ്റെ ആവശ്യമില്ലായിരുന്നാലും അതിന് മുന്നേ തന്നെ നമുക്ക് ആൻസർ കിട്ടും.
ഹൗ ഇസ് എൻ റിലേറ്റഡ്? എൻ എന്ന് പറഞ്ഞാൽ ടിയുടെ ബ്രദർ അല്ലേ, അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ 4 ആണ്. ഓക്കെ, അത് ക്ലിയർ ആയില്ലേ ഈ ഫാമിലി ഡയഗ്രാം വരച്ചത്? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 4 words have been given, out of which 3 are alike in some manner. One is different. Select the word that is different. Okay. Memory, weight, intelligence, aptitude. Okay. Odd one out ഏത്? ഓപ്ഷൻ 2 ആയിരിക്കും. ബാക്കിയെല്ലാം ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. മെമ്മറി, ഇൻ്റലിജൻസ്, ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ. ഓക്കെ. വെയിറ്റ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് അത് അൺറിലേറ്റഡ് ആണ്, അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സീരീസ് ആണ് തന്നേക്കുന്നത് അല്ലേ, അതിൽ ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യുക? നമ്പേഴ്സ് എല്ലാം അടുത്തടുത്ത നമ്പേഴ്സാണ്. അപ്പോൾ തന്നെ നമ്മൾ ചെറിയ ഡിഫറൻസ് എടുത്ത് നോക്കാം ഈ ഓരോ ടേംസ് ബിറ്റ്വീൻ ആയിട്ടുള്ള. അപ്പോൾ 24ഉം 35 തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? ഓക്കെ, 11 ആണ്. അടുത്ത ഡിഫറൻസ് എന്താണ്? 16 ആണ് അല്ലേ. ഓക്കെ, അടുത്ത ഡിഫറൻസ് എന്താണ്? 22 ആണ്. ഇനി അടുത്ത ഡിഫറൻസ് എന്താണ്? +9 29 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 11, 16, 22, 29 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പാറ്റേൺ നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ അഗെയിൻ ഡിഫറൻസ് ഓഫ് ഡിഫറൻസ് പറഞ്ഞാൽ ആ പാറ്റേൺ ആണോ നോക്കാം. 11ഉം 16ഉം തമ്മിലുള്ള ഡിഫറൻസ് എടുത്ത് എത്ര കിട്ടും? 5 കിട്ടും. 16ഉം 22 തമ്മിലുള്ള ഡിഫറൻസ് എത്ര കിട്ടും? 6 കിട്ടും. 22ഉം 29ഉം കൂടിയുള്ള ഡിഫറൻസ് എടുത്ത് 37 കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിഫറൻസ് ഓഫ് ഡിഫറൻസ് എടുത്തപ്പോൾ നമുക്ക് കിട്ടി നമ്മുടെ ഡിഫറൻസുകൾ എന്ന് പറഞ്ഞാൽ ഒരു സീരീസാണ്, അതും വേറൊരു സീരീസാണ്. സച്ച് ദാറ്റ് അവരുടെ ഡിഫറൻസസ് എന്ന് പറഞ്ഞാൽ 5, 6, 7 അങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അടുത്ത ഡിഫറൻസ് എന്തായിരിക്കും? അടുത്ത ചേഞ്ച് എന്താ? ഇത് 7 ആണെങ്കിൽ ഇത് 8 ആയിരിക്കും. അപ്പോൾ നമ്മുടെ അടുത്ത ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 1 or 2ഉം നമ്മുടെ ക്വസ്റ്റ്യൻ മാർക്ക് നമുക്ക് കണ്ടുപിടിക്കുന്ന നമ്പർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 29 കിട്ടാനായിട്ട് 7 + 22 ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ഈ നമ്പർ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 29 + 8 ചെയ്താൽ മതി. 29 + 8 എന്ന് പറഞ്ഞാൽ 37 ആണ്. 37 അല്ലേ. അപ്പോൾ ഇനി നമുക്ക് ഈ നമ്പർ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 37ഉം 102 ആഡ് ചെയ്യുക. 102 + 37 എന്ന് പറയുന്നത് 139 ആണ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ്. അപ്പോൾ അത് എളുപ്പം ക്വസ്റ്റ്യൻ ആയിരുന്നില്ലേ. അടുത്ത നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഒരു പസിൽ പോലെ ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണ്, മാത്സിൽ ചോദിക്കുന്ന ടൈപ്പ്. ഓക്കെ, ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് ദി ടോട്ടൽ നമ്പർ ഓഫ് പ്ലെയേഴ്സ് 100/3% ആർ ഇൻ ഹോട്ടൽ എക്സ്. ഓക്കെ, അതായത് ടോട്ടൽ നമ്പർ ഓഫ് പ്ലെയേഴ്സിൽ 100/3% ആർ ഇൻ എക്സ് എന്നാണ് പറയുന്നത്. ഈ 100/3% എന്ന് പറഞ്ഞാലില്ലേ, 100/3% എന്ന് പറഞ്ഞാൽ ഈക്വലൻ ടു 1/3 തന്നെയാണ്. ഈ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞ സിമ്പിൾ ബേസിക്കലി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 1/100 എന്ന് പറഞ്ഞ ഫ്രാക്ഷനാണ് ഈ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞ സിമ്പിൾ വെച്ച് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 100/3% എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി എന്ന് പറഞ്ഞാൽ 100/3 × 1/100 എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 100 ക്യാൻസൽ ആകും, 1/3 എന്നാണ്. അതായത് നമ്മൾ ഈ 1/3നെ ഇൻഡയറക്റ്റ്ലി അവർ ക്വസ്റ്റനിൽ പറഞ്ഞേക്കണമെന്നുള്ളൂ 100/3% എന്ന്. അപ്പോൾ ഇത് ക്വസ്റ്റനിൽ പറഞ്ഞേക്കണമെന്ന് പറഞ്ഞാൽ ടോട്ടൽ കുറേ പ്ലെയേഴ്സ് ഉണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് പ്ലെയേഴ്സിൽ നമുക്ക് നമ്പർ ഓഫ് പ്ലെയേഴ്സിനെ നമുക്ക് എ ആയിട്ട് എടുക്കാം. ടോട്ടൽ നമ്പർ ഓഫ് പ്ലെയേഴ്സിനെ നമുക്ക് എ ആയിട്ട് എടുക്കാം, എ അല്ല ടി ആയിട്ട് എടുക്കാം. ടോട്ടൽ നമ്പർ ഓഫ് പ്ലെയേഴ്സിന് ഇവർ പറയണത് എക്സ് എന്ന് പറഞ്ഞ ഹോട്ടലിൽ 1/3 ഓഫ് ദി ടോട്ടൽ നമ്പർ ഓഫ് പ്ലെയേഴ്സ് ഉണ്ട് എക്സ് എന്ന് പറഞ്ഞ ഹോട്ടലിലാണെന്നാണ്. അപ്പോൾ 1/3 ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് പ്ലെയേഴ്സ് എക്സ് എന്ന് പറഞ്ഞ ഹോട്ടലിലാണ്. പിന്നെ അവർ പറഞ്ഞിട്ടാണ് റിമൈനിങ് ആർ ഇൻ വൈ എന്ന് പറയുന്നുണ്ട്. 1/3 ഓഫ് ടോട്ടൽ എക്സിലാണെങ്കിൽ ബാക്കി 2/3 വൈയിലാണ്. ഓക്കെ, പിന്നെ ഇവിടെ പറയണത് ദെൻ ദ നമ്പർ ഓഫ് ഇഫ് 20 പ്ലെയേഴ്സ് ഫ്രം ഹോട്ടൽ വൈ ആർ ഷിഫ്റ്റഡ് ടു ഹോട്ടൽ എക്സ്. ഓക്കെ, അതായത് ഇവിടെ നിന്ന് 20 പ്ലെയേഴ്സ് ഇങ്ങോട്ട് വന്നെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എത്ര പേരാകും? ഇപ്പോൾ ഇതാണ് കറൻ്റ്ലി ഉള്ളത് +20 പ്ലെയേഴ്സ് എന്ന് പറഞ്ഞാൽ എക്സിൽ ഇത്രയും ആൾക്കാരുണ്ട് അല്ലേ. ഓക്കെ, അങ്ങനെ ഒരു ഷിഫ്റ്റ് സംഭവിച്ചു. അപ്പോൾ എന്താണ് സംഭവിച്ചത്? ദെൻ ദ നമ്പർ ഓഫ് പ്ലെയേഴ്സ് ഇൻ ഹോട്ടൽ എക്സ് ബിക്കംസ് 50% ഓഫ് ദി ടോട്ടൽ നമ്പർ ഓഫ് പ്ലെയേഴ്സ്. ഓക്കെ, ഇതാണ് കറൻ്റ്ലി എക്സിലുള്ള പ്ലെയേഴ്സ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് 50% ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് പ്ലെയേഴ്സ് ആവുമെന്നാണ് പറഞ്ഞത്. 50% എന്ന് പറയുമ്പോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ 1/2 ആണ് ടോട്ടൽ നമ്പറിൻ്റെ. 50% എന്ന് പറഞ്ഞാൽ 1/2 × t എന്ന് എഴുതിയാൽ മതി അല്ലേ. അപ്പോൾ നമുക്കിവിടെ ഒരു റിലേഷൻ കിട്ടി. അതായത് എക്സിലെ ടോട്ടൽ നമ്പർ ഓഫ് കറണ്ട് ആയിട്ടുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഹാഫ് ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് പ്ലെയേഴ്സ് ആണ് കിട്ടിയത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഇത് നമുക്ക് ഈസി ആയിട്ട് ടോട്ടൽ നമ്പർ ഓഫ് പ്ലെയേഴ്സ് എത്രയുണ്ടെന്ന് നമുക്ക് കിട്ടും അല്ലേ. അത് നമുക്കത് സോൾവ് ചെയ്ത് നോക്കാം. അതായത് 20 എന്ന് പറഞ്ഞാൽ = 1/2 t - 1/3 t എന്ന് വരും. 1/2 t - 1/3 t എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/6 t അല്ലേ. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ആൾക്കാർ എത്രയെന്ന് കിട്ടി? ടോട്ടൽ നമ്പർ ഓഫ് ആൾക്കാർ ഈ 6നെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ 120 എന്ന് കിട്ടി.
അപ്പോൾ നമുക്ക് ടോട്ടൽ ആൾക്കാർ 120 എന്നുള്ളത് കിട്ടി. ഇനി നമുക്കിതിൽ പിന്നെ എന്താണ് ഇവർ ചോദിച്ചങ്ങനെ നോക്കാം. ഓക്കെ, ടോട്ടൽ 120 ആണെങ്കിൽ 1/3 ആണല്ലോ എക്സിലുള്ളത്. 1/3 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? 14 കിട്ടി. 2/3 എന്ന് പറയുമ്പോൾ 80 കിട്ടി. അപ്പോൾ ആക്ച്വലി എക്സിൽ 40 ആൾക്കാരും വൈയിൽ 80 ആൾക്കാരും ആയിരുന്നെന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു കേസ്, അതായത് ഈ ഒരു കണ്ടീഷൻ നമുക്ക് തന്നെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ആൾക്കാർ എത്രയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ നമുക്കത് കിട്ടി. ഇനിയിപ്പോൾ ഇവർ ചോദിച്ചേക്കുന്നത് എന്താണ്? ഇഫ് 20 പ്ലെയേഴ്സ് ഫ്രം ഹോട്ടൽ എക്സ്. ഓക്കെ, ഇവിടുന്ന് 20 പ്ലെയേഴ്സ് ആ ഷിഫ്റ്റഡ് ടു വൈ എന്നാണ് പറയുന്നത്. 20 പ്ലെയേഴ്സ് ഷിഫ്റ്റ് ചെയ്തതിന് ഇവിടെ എത്ര പേരുണ്ടാവും? 40 പേരുണ്ടാവും. ഇവിടെ 100 ആൾക്കാരുണ്ടാവും അല്ലേ. അങ്ങനെയാണ് പറയുന്നത്. From X are shifted to hotel Y, then the number of players in hotel X becomes what percentage of the total number of players ആണ് ചോദിച്ചത്. അപ്പോൾ ഇപ്പോൾ കറൻ്റ് 20 അല്ലേ. 20 ആൾക്കാരെന്ന് പറഞ്ഞാൽ എത്ര പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് പ്ലെയേഴ്സ് ആണെന്നാണ് ചോദിച്ചത്. ടോട്ടൽ നമ്പർ ഓഫ് ആൾക്കാർ 120. അപ്പോൾ 20/120 എത്ര പെർസെൻറ്റേജ് ആണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇൻറ്റു 100 കൂടി ചെയ്യുക. 100 ചെയ്യുമ്പോൾ ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് വരും? 1/6. 1/6 ഇൻറ്റു 100 എന്ന് വരും. നമുക്കറിയാം 1/6 എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഫ്രാക്ഷനാണ്. അതിൻ്റെ പെർസെൻറ്റേജ് വാല്യൂ നമുക്കറിയാം, മാത്സിൽ പഠിപ്പിക്കുന്നതാണ്. അതേതാണ്? 4th ആണ്. ഓപ്ഷൻ 16.67 എന്നുള്ളതാണ് 1/6ൻ്റെ കറസ്പോണ്ടിങ് പെർസെൻറ്റേജ് വാല്യൂ എന്ന് പറഞ്ഞത്. അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എളുപ്പം ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, 4 നമ്പർ പെയർസ് ഹാവ് ബീൻ ഗിവൺ ഔട്ട് ഓഫ് വിച്ച് 3 ആർ അലൈക്ക് ഇൻ സം മാനർ ആൻഡ് 1 ഇസ് ഡിഫറെൻറ്റ്. ഓഡ് വൺ ഔട്ട് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ 14ഉം 210 എന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്പോൾ 14 210 എന്ന് പറഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ തന്നെ 14ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും എന്ന് ഊഹിക്കാവുന്നേ ഉള്ളൂ അല്ലേ. അപ്പോൾ 210 / 14 ചെയ്ത് നോക്കാം. ഇത് ചെയ്യുമ്പോൾ 2 വരും. ഇതെന്ന് പറയുമ്പോൾ 30 വരും. 30/2 എന്ന് പറഞ്ഞാൽ 15 വരും. അതായത് നമുക്ക് ഈ 210 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14 × 15 ആണ് 210 അല്ലേ. അപ്പോൾ നമുക്ക് ഈ 210 കിട്ടാൻ 14ഉം 14ൻ്റെ അടുത്തുള്ള നമ്പറും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളൂ ഇവിടെ. അപ്പോൾ സിമിലർലി നമുക്ക് ഓപ്ഷൻ ബിയിൽ എന്താണ് വന്നേക്കണേ നോക്കാം. അപ്പോൾ 18ഉം 342 ആണ് അല്ലേ. അപ്പോൾ ഇത് തമ്മിൽ ഇത് 18ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണോ 342 എന്ന് നോക്കാനായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പോൾ 342 / 18 ചെയ്യുക. 2 ടൈംസ് കട്ടായി. ഇവിടെ നിന്ന് പറയുമ്പോൾ 3 ടൈംസ് ആയി. 3 ടൈംസ് എന്ന് പറയുമ്പോൾ 27, 72. ഓക്കെ, 38 എന്ന് കിട്ടി. അപ്പോൾ 19 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ അത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ്. അപ്പോൾ അതിൽ നമുക്ക് കിട്ടിയത് എന്ന് പറഞ്ഞാൽ 19 എന്ന് പറഞ്ഞ നമ്പറാണ്. അതായത് 18 × 19 ചെയ്യപ്പോഴാണ് നമുക്ക് 342 എന്ന് കിട്ടിയത്. എഗെയിൻ നമ്മൾ നോക്കുമ്പോൾ 18ഉം 19ഉം കണ്ടോ അടുത്തടുത്ത നമ്പേഴ്സാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഈ സെക്കൻഡ് നമ്പർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഫസ്റ്റ് നമ്പർ ഇൻറ്റു ഇറ്റ്സ് നെക്സ്റ്റ് നമ്പർ എന്നാണ്. അപ്പോൾ സിമിലർലി നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നോക്കാം 17 × 18 ആണോ 308 എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ലാസ്റ്റ് ഡിജിറ്റ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും 6 ആണ് വരേണ്ടത്. പക്ഷേ ഇവിടെ 7 ആണ് വന്നേക്കുന്നത്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ അല്ല, ഈ ഓപ്ഷൻ തെറ്റായിരിക്കും. അഗെയിൻ ഈ ഒരു ഓപ്ഷൻ ഡി കൂടി ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. 12 × 30 എന്ന് പറഞ്ഞാൽ 156 ആണ്. നമുക്ക് അറിയാവുന്ന നമ്പറാണ് അല്ലേ. അപ്പോൾ ഓപ്ഷൻ ഡിയും എന്താണ് ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട്. 12 × 13 ആണ് 156 എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഓഡ് വൺ ഔട്ട് ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അടുത്തത് സിലോഗിസത്തിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഡിസ്കസ് ചെയ്യാറുള്ള ടൈപ്പാണ്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യണം? സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ വെൻ ഡയഗ്രം വരക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വെൻ ഡയഗ്രം വരക്കാം. ഇതിപ്പോൾ ഫസ്റ്റ് പറയുന്നത് ഓൾ പോളിഗൻസ് ആർ ആംഗിൾസ് ആണ്. പോളിഗൻസിൻ്റെ സെറ്റ് നമുക്ക് ഇങ്ങനെ വരക്കാം. ഓൾ പോളിഗൻസ് ആർ ആംഗിൾസ് എന്ന് പറയുമ്പോൾ പോളിഗൻസിൻ്റെ സെറ്റ് ആംഗിൾസിൻ്റെ സെറ്റിൻ്റെ ഉള്ളിൽ നിന്നാണ് മീനിങ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരക്കാം. ആംഗിൾസ് എന്നല്ലേ, ആംഗിൾസിനെ എ എന്ന് വിളിക്കാം. ഓൾ ആംഗിൾസ് ആർ ഡയഗണൽസ്. ഓക്കെ, ഓൾ ആംഗിൾസ് ആർ ഡയഗണൽസ് കണ്ടോ, എല്ലാ ആംഗിൾസും ഡയഗണൽസ് ആയി ഇപ്പോൾ. ഓക്കെ, ഇനി അടുത്ത് ഓൾ കോൺസ് ആർ ക്യൂബ്സ് എന്നാണ് പറയുന്നത്. ഈ തന്നിരിക്കുന്ന സെറ്റല്ല, സെപ്പറേറ്റ് ഒരു സെറ്റാണ് അല്ലേ. നമുക്കത് ഇവിടെ വരക്കാം. ഓൾ കോൺസ് ആർ ക്യൂബ്സ്. അപ്പോൾ കോൺസിനെ സിഒ എന്ന് വിളിക്കാം. ഓൾ കോൺസ് ആർ ക്യൂബ്സ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും. കോൺസ് എൻറ്റയർലി ക്യൂബ്സിൻ്റെ സെറ്റിൻ്റെ ഉള്ളിലുള്ളതാണ്. ഓക്കെ, ഓൾ ക്യൂബ്സ് ആർ ഡെക്കഗൻസ്. ഓക്കെ, ഓൾ ക്യൂബ്സ് ആർ ഡെക്കഗൻസ്. അപ്പോൾ ഇവിടെ ഡെക്കഗൻസ് എന്ന് വന്നു. ഓക്കെ, ഇനി ഇവിടെ പറയുന്നത് എന്താണ്? നോ ഡയഗണൽ ഇസ് എ ക്യൂബ്. ഓക്കെ, ഡയഗണലിൻ്റെ സെറ്റ് ഇതാണ്. ഈ സെറ്റിലുള്ള ഒരു എലമെൻറ്റും ഈ സെറ്റായിട്ട് റിലേറ്റഡ് അല്ല എന്നാണ് പറയുന്നത്. ഒരു നെഗറ്റീവ് റിലേഷൻഷിപ്പാണ് ക്യൂബ്സിൻ്റെ സെറ്റും ഡയഗണൽസിൻ്റെ സെറ്റും ബിറ്റ്വീൻ വന്നേക്കണത് അല്ലേ. ഇനിയിപ്പോൾ നമ്മൾ അഗെയിൻ എന്താ ചെയ്യുക? കൺക്ലൂഷൻ നോക്കാം. കൺക്ലൂഷൻ എന്താണ്? സം ഡയഗണൽസ് ആർ പോളിഗൻസ്. അത് കറക്റ്റ് ആണോ നോക്കണമെങ്കിൽ ജസ്റ്റ് ഓപ്ഷൻസ് നോക്കുക. ഡയഗണൽസ് ഇത്, പോളിഗൻസ് ഇത്. ഓക്കെ, അപ്പോൾ ഈ പാർട്ടിൽ ഡയഗണൽസിൻ്റെ സെറ്റിൻ്റെ ഉള്ളിൽ തന്നെയല്ലേ പോളിഗൻസിൻ്റെ സെറ്റ്. അപ്പോൾ ഈ എലമെൻറ്റ്സ് ഡയഗണൽസിൻ്റെ ചില എലമെൻറ്റ്സ് പോളിഗൻസിലുണ്ടല്ലോ.
അപ്പോൾ അത് കറക്റ്റാണ്. അതായത് ഇവിടെ ഒരു ഓവർലാപ്പ് ഉണ്ടല്ലോ. ഈ സ്റ്റേറ്റ്മെൻറ്റ് സം ഡയഗണൽസ് ആർ പോളിഗൺസ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആകണമെങ്കിൽ നമ്മൾ ഒരു കാര്യം നോക്കിയാൽ മതി, ഡയഗണൽസിൻ്റെ സെറ്റും പോളിഗൺസിൻ്റെ സെറ്റും തമ്മിൽ എന്തെങ്കിലും ഓവർലാപ്പ് ഉണ്ടോയെന്ന്. അപ്പോൾ ഇവിടെ പോളിഗൺസ് ഇത്, ഡയഗണൽസിൻ്റെ സെറ്റ് ഇത്, ഓവർലാപ്പ് ഉണ്ട്, എൻറ്റയർ ഓവർലാപ്പ് തന്നെയാണ്. അപ്പോൾ അത് കറക്റ്റാണ്. ഇനി അടുത്ത് ഓൾ ഡയഗണൽസ് ആർ ഡെക്കഗൺസ്. ഡയഗണൽസ് ഇവിടെ, ഡെക്കഗൺസ് ഇതാ. ഡയഗണൽസ് ഈ സെറ്റ്, ഡെക്കഗൺ എന്ന് പറയുക ഈ സെറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുക. ഈ ഒരു കേസ് വരണമെങ്കിൽ ഡയഗണൽസിൻ്റെ സെറ്റ് എന്താ ഡെക്കഗൺസിൻ്റെ സെറ്റിൻ്റെ ഉള്ളിൽ വരണം. പക്ഷെ അങ്ങനെയാണോ വന്നേക്കണത്? ഇവിടെ ഒരു ബേസിക് ഫിഗറിൽ പോലും ഒരു എലമെൻറ്റ്സ് പോലും റിലേറ്റഡ് അല്ല. അപ്പോൾ ഈ ഒരു കൺക്ലൂഷൻ തെറ്റാണ്. ഇനി അടുത്തത് നോ പോളിഗൺ ഇസ് കോൺ. അപ്പോൾ പോളിഗൻ്റെ സെറ്റ് ഇതാണ്, കോണിൻ്റെ സെറ്റ് ഇതാണ് അല്ലേ. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് ട്രൂ ആണെങ്കിൽ ഈ സെറ്റിലുള്ള ഒരു എലമെൻറ്റ്സും ഈ സെറ്റിൽ ഉള്ള ഒരു എലമെൻറ്റായിട്ട് റിലേറ്റ് ആകാൻ പാടില്ല. അതായത് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് വേണം ഇവർ തമ്മിൽ. അപ്പോൾ നമ്മൾ നോക്കാം. ഓക്കെ, നമ്മൾ നോക്കുമ്പോൾ പോളിഗൺ എന്ന് പറഞ്ഞാൽ ഡയഗണൽസിൻ്റെ സെറ്റിൻ്റെ ഉള്ളിലുള്ളൊരു സെറ്റാണ് അല്ലേ. അപ്പോൾ ഈ സെറ്റിൻ്റെ ഉള്ളിലുള്ള എലമെൻറ്റ്സും ഈ സെറ്റിൽ ഉണ്ടാകില്ല എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ സെറ്റിൻ്റെ ഉള്ളിലുള്ള എലമെൻറ്റ്സും ഈ സെറ്റിൽ ഉണ്ടാകില്ല എന്ന് നമ്മൾ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഈ പാർട്ടിലുള്ള എലമെൻറ്റ്സ് ഈ പാർട്ടിൽ ഉണ്ടാകില്ല എന്നല്ലേ, അല്ലെങ്കിൽ അത് തമ്മിലൊരു റിലേഷൻ ഇല്ല എന്നല്ല അതിൻ്റെ മീനിങ്. അപ്പോൾ അത് ഇൻഡയറക്ട്ലി ഈ ഒരു കൺക്ലൂഷൻ കറക്റ്റായി വരുന്നുണ്ട് അല്ലേ. അതായത് ഈ സെറ്റിൻ്റെ ഉള്ളിലുള്ള എലമെൻറ്റ്സും ഈ സെറ്റായിട്ട് റിലേറ്റഡ് അല്ല, ഇതിൻ്റെ ഉള്ളിലുള്ള സെറ്റായിട്ട് റിലേറ്റഡ് അല്ല. കാരണം പുറത്തുള്ള സെറ്റ്സും ഇതിൻ്റെ പുറത്തുള്ള സെറ്റ്സ് തമ്മിൽ റിലേറ്റഡ് അല്ലല്ലോ. അപ്പോൾ എന്തായാലും റിലേറ്റഡ് അല്ലായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ തേർഡ് ഓപ്ഷൻ കറക്റ്റാണ്, കറക്റ്റ് കൺക്ലൂഷൻ തന്നെയാണ്. ഇനി അടുത്തത് സം ക്യൂബ്സ് ആർ ആംഗിൾസ്. അപ്പോൾ നമ്മൾ നോക്കാം. ഓക്കെ, ക്യൂബ്സിൻ്റെ സെറ്റ് ഇതാണ്, ആംഗിൾസിൻ്റെ സെറ്റ് ഇതാണ് അല്ലേ. പക്ഷേ ആ രണ്ട് സെറ്റ്സ് തമ്മിൽ എന്തെങ്കിലും ഓവർലാപ്പ് ഉണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് ഈ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് കളയാം. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ 1 ഉം 3 ആണ്. അതേതാണെന്നോ? ഓക്കെ, ഓപ്ഷൻ ഡി ആണ് അങ്ങനെ എഴുതിയേക്കുന്നത്. ഓപ്ഷൻ 1 and 3 കൺക്ലൂഷൻ ഫോളോസ് എന്നുള്ളത്. അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഹോഴ്സസ് നീ. ഓക്കെ, നീ എന്ന് പറയുന്നത് ഈ ഹോഴ്സസ് മേക്ക് ചെയ്യുന്ന ശബ്ദത്തിനാണ് നീ എന്ന് പറയുന്നത്. അപ്പോൾ സിമിലർലി ഓപ്ഷൻസിൽ ആ ലോജിക്ക് വരുന്ന ഓപ്ഷൻ ഏതാണെന്നാണ് ചോദിക്കുന്നത്. അടുത്ത പാരറ്റ്സും ബ്രേയും ആണ് തന്നേക്കണത്. അത് തെറ്റാണ്. ബ്രേ എന്ന് പറയുന്നത് ഡോങ്കീസിൻ്റെ സൗണ്ടിനാണ് ബ്രേ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പേര് തെറ്റാണ്. അടുത്ത പിഗ്സും ബസ്സും അല്ല. ബസ് എന്ന് പറഞ്ഞാൽ ബീസാണ് ബസ് ചെയ്യണത് അല്ലേ. അപ്പോൾ ഈ ഓപ്ഷനും ഈ ഒരു പേരും തെറ്റാണ്. അടുത്തത് ഹെയറും ബൂമും. ഹെയർസ് എന്ന് പറഞ്ഞാൽ ഈ റാബിറ്റ്സ് അല്ലേ, അതിൻ്റെ ഒരു ടൈപ്പിനെ തന്നെയാണ് ഹെയർസ് എന്ന് പറയുന്നത്. അവർ വെച്ച് ചെയ്യണത് സ്ക്വീക്കിംഗ് ആണ് ചെയ്യണത്, ബൂമല്ല. ബൂം എന്ന് പറഞ്ഞാൽ എനിക്ക് ബൂം അപ്പോൾ കറക്റ്റായിട്ടുള്ള സൗണ്ട് അല്ല. അപ്പോൾ ഓപ്ഷൻ 3 തെറ്റ്. പിന്നെ ഓപ്ഷൻ 4 മാത്രം നോക്കിയാൽ മതി. ഡഗ്സ് ക്വാക്ക് ചെയ്യും. ഓക്കെ, അത് കറക്റ്റാണ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ 4 ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നമ്മൾ പ്രീവിയസ്ലി ചെയ്തിട്ടുള്ളതാണ്. അതായത് ഈ ഗ്യാപ്സ് നമ്മൾ ഫില്ല് ചെയ്യുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിൻ്റെ ലോജിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു വേർഡ് ഉണ്ടെങ്കിൽ അതിനെ റിപ്പീറ്റ് ചെയ്യും. ആ വേർഡിൻ്റെ കണ്ട് ചില എലമെൻറ്റ്സ് നമ്മൾ എടുത്തു കളയും. നമ്മൾ പ്രീവിയസ്ലി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ABC എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ഒരു ക്ലസ്റ്റർ എങ്കിൽ ആ ക്ലസ്റ്ററിനെ നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് എഴുതും. എന്നിട്ട് ഇവർ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലിപ്പോൾ ഇത് റബ്ബ് ചെയ്ത് കളയും. എന്നിട്ട് ഇവിടെ ഒരു ഡാഷ് കൊടുക്കും. ഈ B നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളയും. അപ്പോൾ ഡാഷ് കൊടുക്കും. എന്നിട്ട് നമ്മളിത് ഗസ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടെ എൻറ്റയർ ഫിഗറിൽ ജസ്റ്റ് കമ്പയർ ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് എവിടെയാണ് ആ വേർഡിൽ റിപ്പീറ്റ് ആയിരിക്കണ വേർഡ് ഏതാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ ജസ്റ്റ് എൻറ്റയർ തന്നിരിക്കുന്ന സീരീസ് കമ്പയർ ചെയ്തിട്ട് സിമിലർ ആയിട്ടുള്ള ഏരിയസിലുള്ള ഇത് ഫില്ല് ചെയ്ത് പോയാൽ മതി. അപ്പോൾ നമ്മൾ ജസ്റ്റ് നോക്കാം. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ്? ഓക്കെ, നമ്മളിവിടെ നോക്കുമ്പോൾ കണ്ടോ സെഡ് എന്ന് പറഞ്ഞ ഒരു ലൈൻ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ നോക്കി ഇവിടെയും സെഡ് ഉണ്ട്. അപ്പോൾ സെഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു ലെറ്റർ റിപ്പീറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് എല്ലും എയുടെ ഒക്കെ കേസ് എല്ലാം ഇങ്ങനെ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ആലോചിച്ച ആ ലോജിക്ക് തന്നെയാണ് ഇവിടെ വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ കണ്ടോ L-U എന്ന് പറഞ്ഞ ഒരു സീക്വൻസ് കണ്ടോ. അത് നമ്മൾ ഇവിടെ ജസ്റ്റ് കമ്പയർ ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ നോക്ക് L-U എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് അല്ലേ. അതായത് ഈ L-U എന്ന് പറഞ്ഞ സീക്വൻസ് ഇവിടെയും വന്നിട്ടുണ്ട്, ഇവിടെയും വന്നിട്ടുണ്ട്. അപ്പോൾ അത് റിപ്പീറ്റ് ആയി എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ L-U ആയിട്ട് ഇവിടെ വന്നേക്കണത് എന്തുകൊണ്ടാണ്? A അല്ലേ വന്നേക്കണത്. അപ്പോൾ ഇവിടെ L-U ആയിട്ട് ഇവിടെ എന്തായിരിക്കും വരുന്നത്? A ആയിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ നോക്കാം സെക്കൻഡ് ലാസ്റ്റ് ലെറ്റർ A ആയിട്ടുള്ള ഓപ്ഷൻ ഏതാ നോക്കുക. ഓപ്ഷൻ 1 മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാ ഓപ്ഷനും നമുക്ക് എലിമിനേറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ ആൻസർ ഓപ്ഷൻ A ആയിരിക്കും. ഇനിയിപ്പോൾ അത് എക്സാമിന് അങ്ങനെ ചെയ്താൽ മതി. എല്ലാ ക്വസ്റ്റ്യൻസിനും ചിലപ്പോൾ അങ്ങനെ കിട്ടില്ല. ഈ ക്വസ്റ്റ്യനിൽ ഈസി ആയിട്ട് കിട്ടി, കാരണം പുവറായിട്ടുള്ള ഓപ്ഷൻസ് ആയതാണ്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇത് കിട്ടിയതാണ് UAPZ എന്നാണ് കിട്ടിയത് അല്ലേ.
അപ്പോൾ നമ്മൾ ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ പി വരും, UAPZ എന്ന് വരും. അപ്പോൾ സെക്കൻഡ് ലെറ്റർ പി ആണെന്ന് നോക്കാം. ഓക്കെ, പി ആണ്. പിന്നെ പിന്നെ ഇവിടെ നമുക്ക് AP കണ്ടോ, അപ്പോൾ നമുക്ക് ഇവിടെ അഗെയിൻ Z വന്നു. പിന്നെ ഇവിടെ U അല്ലേ, U വന്നു. അപ്പോൾ യുവിന് തൊട്ട് പിന്നെ UAPZ തൊട്ട് പിന്നെ N ആണ് വന്നത്. അപ്പോൾ UAPZ തൊട്ട് പിന്നെ N ആയിരിക്കും വന്നത്. അപ്പോൾ നമ്മുടെ ആ ക്ലസ്റ്റർ എന്താണ് കിട്ടിയത്? LNUAP എന്ന് കിട്ടി അല്ലേ. ഓക്കെ, LNUAPZ എന്ന് കിട്ടി. LNUAPZ ഉണ്ട്. എന്നിന് മുന്നേ LNUAPZ. അപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മുടെ ആ വേർഡ് എന്ന് പറഞ്ഞാൽ LNUAPZ എന്നുള്ളതാണ് നമ്മുടെ വേർഡ്. അതാണ് റിപ്പീറ്റ് ചെയ്ത് വന്നേക്കുന്നത്. ഓക്കെ, അത് ക്ലിയർ ആയില്ലേ? ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. അടുത്തത് ഓക്കെ, അടുത്തത് ലെറ്റർ ക്ലസ്റ്റേഴ്സിൻ്റെ സീരീസാണ്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഫസ്റ്റ് ഓരോ ടേംസിൻ്റെ ഇല്ലേ ഫസ്റ്റ് ലെറ്റേഴ്സ് ഫസ്റ്റ് കമ്പയർ ചെയ്ത് നോക്കുക. അവിടെ വന്നെ ഷിഫ്റ്റ് എന്താണെന്ന് നോക്കുക. അപ്പോൾ നമ്മളിവിടെ നോക്കാം. ഈ ക്ലസ്റ്ററിലെ ഫസ്റ്റ് ലെറ്റർ എന്ന് പറഞ്ഞാൽ P ആണ്, ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ R ആണ് അല്ലേ. ഇത് 16th ലെറ്റർ, ഇത് 18th ലെറ്റർ. അപ്പോൾ ഇവിടെ നിന്ന് ഷിഫ്റ്റ് എത്രയാണ്? +2 ഷിഫ്റ്റ് ആണ്. സിമിലർലി നമ്മളിവിടെ നോക്കുമ്പോൾ ഇവിടെ അഗെയിൻ +2 ഷിഫ്റ്റ്, ഇവിടെ നോക്കുമ്പോൾ അഗെയിൻ +2 ഷിഫ്റ്റ്. അപ്പോൾ നമ്മുടെ അടുത്ത ലെറ്റർ എന്തായിരിക്കും? +2. അതായത് ഇതെന്ന് പറഞ്ഞാൽ 22nd ലെറ്റർ ആണ്. +2 എന്ന് പറയുമ്പോൾ 24th ലെറ്റർ വരും, അത് X വരും. നമ്മൾ ഓപ്ഷൻസിൽ നോക്കുക, X വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഓപ്ഷൻ ഏതാണ്? ഓക്കെ, ഈ രണ്ട് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. ബിറ്റ്വീൻ ദീസ് 2 ഓപ്ഷൻസ് പിന്നെ നമ്മൾ നോക്കിയാൽ മതി. ഓക്കെ, എഗെയിൻ നമ്മൾ കമ്പയർ ചെയ്യുക N. ഓക്കെ, സെക്കൻഡ് ലെറ്റേഴ്സ് കമ്പയർ ചെയ്യുക. അവിടെയും ഒരു +2 ഷിഫ്റ്റ് ആണ് കണ്ടോ. N എന്ന് പറഞ്ഞാൽ 14th, P എന്ന് പറഞ്ഞാൽ 16th ലെറ്റർ ആണ്. അപ്പോൾ അവിടെ ഒരു +2 ഷിഫ്റ്റ് ആണ്. അപ്പോൾ സിമിലർലി നമ്മളിവിടെ നോക്കുമ്പോൾ എല്ലായിടത്തും +2 ഷിഫ്റ്റ് തന്നെയാണ് വന്നത്. R എന്ന് പറഞ്ഞാൽ 18 ആണ്, 20 ആണ്. അപ്പോൾ ഇത് 22nd ലെറ്റർ ആണ്. അപ്പോൾ V ആയിരിക്കും വന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ 4 ആയിരിക്കും. പിന്നെ നോക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. ഓക്കെ, പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ തേർഡ് ലെറ്ററിൻ്റെ കുഴപ്പമില്ല. പക്ഷേ ഈ 4th ലെറ്ററിൻ്റെ ചേഞ്ച് നോക്ക്. A കഴിഞ്ഞിട്ട് വന്നേക്കണ E ആണ്, E കഴിഞ്ഞിട്ട് വന്നേക്കണ I ആണ്, I കഴിഞ്ഞിട്ട് വന്നേക്കണ O ആണ്. ഓക്കെ, ആ ലെറ്റേഴ്സ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അതെന്താണ്? വവൽസ് ആണ് അല്ലേ. A കഴിഞ്ഞിട്ട് വരുന്ന വവലാണ് E കഴിഞ്ഞിട്ട് വരുന്ന വവലാണ് I, AEIOU. അപ്പോൾ I കഴിഞ്ഞിട്ട് വരുന്ന ലെറ്ററാണ് O കഴിഞ്ഞിട്ട് വരുന്ന ലെറ്റർ എന്തായിരിക്കും? അപ്പോൾ U ആയിരിക്കും. അങ്ങനെയാണ് ഈ U വന്നത്. അത് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ കൺഫ്യൂഷൻ വരും, അതാണ് ഇപ്പോഴും പറഞ്ഞുള്ളൂ. ഇത് കോമൺ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ഒരു ലോജിക്കാണ്. ഈ സീരീസിൽ ലെറ്റർ സീരീസിൽ വന്ന കോമൺ, ക്ലസ്റ്റർ സീരീസിൽ വന്ന കോമൺ ലോജിക്കാണ്. നെക്സ്റ്റ് ബബിൾസ്, ഓരോ ടേമിലും നെക്സ്റ്റ് ബബിൾസ് കാണിക്കുക. അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഈ ട്രിപ്ലെറ്റിൽ അല്ലെങ്കിൽ ഈ സെറ്റിനുള്ളിൽ തന്നെ നമ്പേഴ്സ് എങ്ങനെയാണ് റിലേറ്റഡ് അയക്കണം? സിമിലർലി ഓപ്ഷൻസിൽ കറസ്പോണ്ടിങ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് 25 തന്നിട്ടുണ്ട്, 225 തന്നിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്ത് 25ൻ്റെ ടേബിൾസ് അറിയാമെങ്കിൽ 25 × 9 ആണ് 225 എന്ന് പറഞ്ഞാൽ. ഈ 9 എന്ന് പറയുന്നത് എന്താണ്? ഈ നമ്പറിൻ്റെ പകുതിയല്ലേ. ഓക്കെ, അപ്പോൾ ആ ഒരു ഫസ്റ്റ് ഇൻസ്റ്റിങ്ക്റ്റിൽ നമുക്ക് ഓപ്ഷൻസ് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം ഏത് ഓപ്ഷൻസിലാണ് കറക്റ്റ് ആവണമെന്നുള്ളത്. ഓക്കെ, അത് 15 × 17 ചെയ്യുമ്പോൾ 190 എന്നല്ല കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ അല്ലായിരിക്കും. നമ്മുടെ ആൻസർ ഓപ്ഷൻ 2 ആണ്. 2 ആണോ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. 24 × സെക്കൻഡ് നമ്പറിൻ്റെ ഹാഫ് 11 നോക്കിപ്പോൾ എത്രയാണ്? 4, 6, 2, 264. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ 2 കറക്റ്റായിട്ട് വരുന്നുണ്ട്. ആ സെയിം പാറ്റേൺ ഫോളോ ചെയ്യുന്നത് ഓപ്ഷൻ 2 ആണ്. അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ കോഡിംഗ് ഡീകോഡിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. എഗെയിൻ ഇവിടെ ഒരു വേർഡ് തന്നിട്ടുണ്ട്, അതിൻ്റെ ഒരു നമ്പറായിട്ടാണ് കോഡ് ചെയ്തേക്കണം. അതായത് സിമിലർ സെക്കൻഡ് ഒരു എക്സ് തന്നിട്ടുണ്ട്, അതിനെ 36 എന്നാണ് കോഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ആ ലോജിക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇത് കമ്പയർ ചെയ്യണേലും ബെറ്റർ ഫിക്സ് കമ്പയർ ചെയ്യാനാണ് അല്ലേ. നമുക്ക് ഫിക്സിൻ്റെ കേസ് നോക്കാം. ഫിക്സ് എന്തിലോട്ടാണ് മാപ്പ് ചെയ്തേക്കണത്? 3, 36, 24 എന്നാണ് മാപ്പ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ബേസിക്കലി മിക്കപ്പോഴും പ്ലേസ് വാല്യൂസ് ആയിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ നോക്കാം. അപ്പോൾ എഫ് ആണ്, ഫസ്റ്റ് ലെറ്റർ 6 ആണ് തന്നേക്കുന്നത് അല്ലേ. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ എഫിൻ്റെ പ്ലേസ് വാല്യൂ തന്നെയാണ് ഇവിടെ വന്നേക്കുന്നത്. അതുകൊണ്ട് സെക്കൻഡ് ലെറ്റർ I ആണ് വന്നേക്കുന്നത്. ഓക്കെ, അതിനെ മാപ്പ് ചെയ്തേക്കുന്നത് 36 ആയതാണ്. അത് I എന്ന് പറഞ്ഞാൽ 9 അല്ലേ. 9നെ മാപ്പ് ചെയ്തേക്കുന്നത് 36 ആയിട്ടാണ് മാപ്പ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് ഐയുടെ പ്ലേസ് വാല്യൂ 4 ടൈംസ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അതുകഴിഞ്ഞിട്ട് എക്സിൻ്റെ നോക്കാം. എക്സിൻ്റെ എന്ന് പറയുന്നത് 24 ആയിട്ടാണ് മാപ്പ് ചെയ്തേക്കുന്നത്. അതിൻ്റെ സെയിം പ്ലേസ് വാല്യൂ തന്നെയാണ്. അപ്പോൾ ഈ നടുക്കത്തെ ലെറ്ററിൻ്റെ മാത്രമാണ് ആ പ്ലേസ് വാല്യൂയുടെ ഒരു വേറെ ലോജിക്ക്. കറക്റ്റ് പ്ലേസ് വാല്യൂ അല്ല, അതിൻ്റെ 4 ടൈംസ് ആണ് എടുത്തേക്കുന്നത്. ഈ ലോജിക്ക് തന്നെയാണ് നമുക്ക് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻസിലോട്ട് ഫസ്റ്റ് തന്നിരിക്കുന്ന വേർഡ് കമ്പയർ ചെയ്യാം. ഫസ്റ്റ് തന്നിരിക്കുന്നത് അറൗണ്ട് എന്ന് പറഞ്ഞ വേർഡാണ്. അറൗണ്ട് എന്ന് പറഞ്ഞ വേർഡിൽ എങ്ങനെയാണ്? 5, 2, 1, 8, 2, 4, ഓക്കെ
2 4 1 2 1 4 4. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നേക്കണത് നമ്മൾ നേരത്തെ ചെയ്ത് ഫസ്റ്റ് ലെറ്ററിൻ്റെ പ്ലേസ് വാല്യൂ അതുപോലെ തന്നെ എഴുതിയേക്കണമെന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞതല്ലേ. ഇത് 6, ഇതിൻ്റെ 4 ടൈംസ് ആയി, ഇത് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ എഴുതിയേക്കണമെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ 52 എന്ന് പറയുന്ന നമ്പറാണ് വന്നേക്കുന്നത്. പക്ഷേ എ ആയിട്ട് മാപ്പ് ചെയ്തേക്കണത് എയുടെ പ്ലേസ് വാല്യൂ എന്താണ് 1 ആണ്. അത് 52 ആയിട്ടാണ് മാപ്പ് ചെയ്തേക്കണത്. അപ്പോൾ അവിടെ നമ്മൾ അതിൽ ആലോചിച്ചാൽ ലോജിക്ക് വർക്കൗട്ട് ആവുന്നില്ല. പക്ഷേ നമ്മളിവിടെ നോക്കുക സെക്കൻഡ് ലെറ്റർ നോക്കുക. സെക്കൻഡ് ലെറ്റർ എന്ന് പറഞ്ഞാൽ 6 ആണ്, അതിൻ്റെ പ്ലേസ് വാല്യൂ അതുപോലെ തന്നിട്ടുണ്ട്. പിന്നെ ഓയുടെ പ്ലേസ് വാല്യൂ 24 എന്നാണ് ഇവിടെ, അല്ല പ്ലേസ് വാല്യൂ 15 ആണ്, പക്ഷേ ഇവിടെ തന്നേക്കുന്ന നമ്പർ 24 ആണ്. ഇവിടെ നമ്മൾ അഗെയിൻ നോക്കുമ്പോൾ ഇവിടെ 12 ആണ് തന്നേക്കണം, 12 ആണ് തന്നേക്കണം. അപ്പോൾ എന്നെ നോക്കുമ്പോൾ എന്നിൻ്റെ പ്ലേസ് വാല്യൂ അതുപോലെ തന്നിട്ടുണ്ട്, ഡിയുടെ പ്ലേസ് വാല്യൂ അതുപോലെ തന്നിട്ടുണ്ട്. അതായത് ഇവിടെ നമ്മൾ ഒരു കാര്യം ഒബ്സർവ് ചെയ്ത് നമുക്ക് മനസ്സിലാവും, RND അതായത് കൺസണൻസ്. അഗെയിൻ ഇവിടെ നോക്കിയാൽ എഫും എക്സും കൺസണൻസിൻ്റെ പ്ലേസ് വാല്യൂ ഡയറക്റ്റ്ലി തന്നെയാണ് തന്നേക്കുന്നത്. അതേസമയം വവൽസിൻ്റെ പ്ലേസ് വാല്യൂവിൽ വവൽസിൻ്റെ കോഡിങ്ങിൽ എന്തോ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ അതെന്താണെന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ നോക്കുമ്പോൾ എനെ മാപ്പ് ചെയ്തേക്കണത് 52 ആയിട്ടാണ് മാപ്പ് ചെയ്തേക്കണത് അല്ലേ. 52യുടെ പെക്യുലാരിറ്റി എന്ത്? 52 എന്ന് പറഞ്ഞാൽ 26ൻ്റെ 2 ടൈംസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എനെയും 26നെയും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റൂലേ? അതെങ്ങനെയാണ്? എയുടെ റിവേഴ്സ് പ്ലേസ് വാല്യൂ ആണ് 26 എന്നുള്ളത്. അതായത് എനെ നമ്മൾ റൈറ്റ് സൈഡിൽ നിന്ന് നമ്പർ ചെയ്യാൻ തുടങ്ങിയ ആളാണ് റിവേഴ്സ് പ്ലേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ആൽഫബറ്റ്സിനെ റൈറ്റ് സൈഡിൽ നിന്ന് നമ്പർ ചെയ്യുമ്പോൾ കിട്ടുന്ന സാധനത്തിനാണ് നമ്മൾ റിവേഴ്സ് പ്ലേസ് വാല്യൂ എന്ന് പറഞ്ഞത്. അപ്പോൾ റൈറ്റ് സൈഡിൽ നമ്പർ ചെയ്യുമ്പോൾ Z ആണ് ഫസ്റ്റ് നമ്പർ വരുന്നത്, Y ആണ് സെക്കൻഡ് നമ്പർ വരുന്നത്, ലാസ്റ്റ് നമ്പറായിട്ട് വരുന്നത് A ആണ്. അപ്പോൾ അതിൻ്റെ റിവേഴ്സ് പ്ലേസ് വാല്യൂ 26 ആയിട്ട് വരും. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ വവൽസിൻ്റെ റിവേഴ്സ് പ്ലേസ് വാല്യൂയുടെ 2 ടൈംസ് ആണ് നമുക്ക് ഇവിടെ എഴുതിയിരിക്കുന്ന നമ്പർ. അത് നമുക്ക് കറക്റ്റ് ആണോ നോക്കാനായിട്ട് നമുക്ക് ഓയുടെ കേസ് നോക്കാം. ഓയുടെ റിവേഴ്സ് പ്ലേസ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 ആണ് അല്ലേ. 12ൻ്റെ 2 ടൈംസ് ആണ് ഇവിടെ എഴുതിയേക്കുന്നത്. അതുപോലെ തന്നെയാണ് യുടെ റിവേഴ്സ് പ്ലേസ് വാല്യൂ ആണ് 6, അതിൻ്റെ 2 ടൈംസ് ആണ് 12. ഓക്കെ, എഗെയിൻ ഇപ്പോൾ റിവേഴ്സ് പ്ലേസ് വാല്യൂ എന്ന് തന്നെ പറയണമെന്നില്ല, അതായത് ഓപ്പോസിറ്റ് പെയറിൻ്റെ പ്ലേസ് വാല്യൂ എന്നാണെങ്കിൽ ആലോചിച്ചാൽ മതി അല്ലേ. ഇപ്പോൾ എയുടെ ഓപ്പോസിറ്റ് പെയർ എന്താണ്? Z ആണ്. Z-ൻ്റെ പ്ലേസ് വാല്യൂയുടെ 2 ടൈംസ് അല്ലേ 52. അങ്ങനെയും ആലോചിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നോക്കാം. അപ്പോൾ അതുപോലെ ഇവിടെയും വർക്കൗട്ട് ഉണ്ടോ നോക്കാം. ഐയുടെ റിവേഴ്സ് പ്ലേസ് വാല്യൂ ആണ്, ഐ എന്ന് പറഞ്ഞാൽ വവലാണ്, അപ്പോൾ അതിൻ്റെ റിവേഴ്സ് പ്ലേസ് വാല്യൂ ആലോചിക്കുക. അതിൻ്റെ റിവേഴ്സ് പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് വരും, ഐയുടെ റിവേഴ്സ് പ്ലേസ് വാല്യൂ 18 വരും. 18ൻ്റെ 2 ടൈംസ് ആണ് ഇവിടെ എഴുതിയേക്കുന്നത്. ഓക്കെ ആണ്, 18ൻ്റെ 2 ടൈംസ് ആണ് എഴുതിയേക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ലോജിക്ക്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഈ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് ഈ ഒരു പേപ്പറിൽ വന്നേക്കുന്ന പാറ്റേൺ ആണ്, ഇതിന് മുന്നേ കണ്ടിട്ടില്ല. പക്ഷേ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യണവർക്ക് അത് ഗസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കും? നമുക്ക് തന്നിരിക്കുന്നത് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞ വേർഡാണ് അല്ലേ. പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞ വേർഡ് കൺസണൻസിൻ്റെ പ്ലേസ് വാല്യൂ അതുപോലെ എഴുതാം, 16 12 എന്ന് വരും. അപ്പോൾ ഓപ്ഷൻസ് നോക്കുമ്പോൾ ഓക്കെ, ഈ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം, ബാക്കി എല്ലാ ഓപ്ഷനിലും 16 12 തന്നെയാണ്. പിന്നെ എ ആണ് വന്നേക്കണം. എയുടെ എന്താണ് ചെയ്യേണ്ടത്? റിവേഴ്സ് പ്ലേസ് വാല്യൂയുടെ 2 ടൈംസ് എടുക്കുക. റിവേഴ്സ് പ്ലേസ് വാല്യൂ 26 ആണ്, 2 ടൈംസ് ആണ് 52 ആണ്. ഓക്കെ, അപ്പോൾ 6 12 52 എന്ന് പറഞ്ഞ ഓപ്ഷൻ ഏതാ നോക്കുക. 6 12 52. ഓക്കെ, 6 12 26 ആണ്. അപ്പോൾ ഈ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. ഇവിടെ നോക്കുമ്പോൾ ഇവിടെയും 6 12 52 തന്നെയാണ് അല്ലേ. ഇനി അപ്പോൾ അവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഈ 2 ഓപ്ഷൻ ബിറ്റ്വീൻ. പിന്നെ അടുത്തപ്പോൾ എന്ന് പറഞ്ഞാൽ പ്ലേസ് വാല്യൂ തന്നെ എഴുതുക, കൺസണൻ്റ് അല്ലേ, അപ്പോൾ പ്ലേസ് വാല്യൂ തന്നെ എഴുതാം. നമ്മൾ നോക്കുമ്പോൾ ഓക്കെ, ഓപ്ഷൻ 3ൽ 20 ആണ് തന്നേക്കണം, പക്ഷേ ഓപ്ഷൻ 1ൽ 19 ആണ് തന്നേക്കണം. അപ്പോൾ ആൻസർ ഓപ്ഷൻ 1 ആയിരിക്കും. ബാക്കി ചെയ്ത് നോക്കണമെന്നില്ല, നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ തന്നെ പിക്ക് ചെയ്യാം. ഓക്കെ, അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 4 letter clusters have been given, out of which 3 are alike in some manner and 1 is different. അപ്പോൾ നമ്മൾ ജസ്റ്റ് കമ്പയർ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ചെയ്ത് നോക്കേണ്ടത് ഈ ലെറ്റേഴ്സ് തമ്മിലുള്ള ഷിഫ്റ്റ് എന്താണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ ഇവിടെ C ആണ് തന്നേക്കണത്, ഇവിടെ Y ആണ് തന്നേക്കണത്. ഓക്കെ, അതുകൊണ്ട് Y ആയിട്ട് U ആണ് തന്നേക്കണത്, Q ആണ് തന്നേക്കണത്. Y എന്ന് പറഞ്ഞാൽ 25th ലെറ്റർ അല്ലേ, U എന്ന് പറഞ്ഞാൽ 21st ലെറ്റർ ആണ്. അപ്പോൾ ഇവിടെ വന്ന ഷിഫ്റ്റ് എന്താണ്? -4 ഷിഫ്റ്റ് ആണ്. യുവും ക്യൂവും ബിറ്റ്വീൻ ആയിട്ടുള്ള ഷിഫ്റ്റ് എന്താണ്? -4 ആണ്. 21 17th ലെറ്റർ ആണ്. 21 -4 അല്ലേ Q എന്ന് പറഞ്ഞാൽ. അതായത് ഇവിടെ ലെഫ്റ്റ് സൈഡിലോട്ടുള്ള ഷിഫ്റ്റ് ആണ് തന്നേക്കണം. Y ഇതാണെങ്കിൽ 1 2 3 4 4 എന്ന് പറഞ്ഞാൽ ആണ് U അല്ലേ. ഇത് 25, ഇത് 24, ഇത് 23, ഇത് 22, ഇത് 21. അതായത് ബാക്കിലോട്ടുള്ള ലെഫ്റ്റിലോട്ടുള്ള ഷിഫ്റ്റ് ആണ് നമുക്ക് ഇവിടെ നോക്കിയപ്പോൾ മനസ്സിലായത്. അപ്പോൾ സിയുടെ കേസിലും എന്താണ്?
മൈനസ് സി വൈ കിട്ടണത് -4 ഷിഫ്റ്റ് വരുമ്പോഴാണ് അല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇപ്പോൾ സീനെ നമുക്ക് 3 എന്ന് മാത്രമല്ല നമുക്ക് 26 + 3 29 എന്ന് വിളിക്കാം അല്ലേ. അപ്പോൾ 29 - 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? -4 എന്ന് പറഞ്ഞാൽ 25 ആണ്. അതായത് വൈ തന്നെയല്ലേ. അപ്പോൾ നമുക്ക് സിന്ന് വൈയിലോട്ട് എത്രയാണ്? -4 ഷിഫ്റ്റ് തന്നെയാണ് വന്നേക്കണത്. അപ്പോൾ എല്ലായിടത്തും -4 ഷിഫ്റ്റാണ് വന്നേക്കണത്. സിമിലർലി നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസിൽ നോക്കാം. ടിയും പിയും എത്രയാണ്? T20 P16 അപ്പോൾ -4 ഷിഫ്റ്റ്. പിയും എല്ലും -4 ഷിഫ്റ്റ്. എല്ലും 8 -4 ഷിഫ്റ്റ്. അപ്പോൾ എല്ലായിടത്തും -4 ഷിഫ്റ്റ് ആണ്. സിമിലർലി നമുക്ക് ഈ തേർഡ് ഓപ്ഷൻസിൽ നോക്കാം. എന്നും ജെയും -4, ജെയും എഫ് -4. ഓക്കെ, ജെ 10ഉം എഫ് 6ഉം അല്ലേ. അപ്പോൾ -4 ഷിഫ്റ്റ് ആണ്. എഫും എയും -4 ഷിഫ്റ്റ്. അപ്പോൾ ഫസ്റ്റ് 3 ഓപ്ഷൻസിലും ഫസ്റ്റ് 3 ഓപ്ഷൻസിലും -4 ഷിഫ്റ്റ് തന്നെയാണ്. അല്ല സോറി, ഈ ഒരു ഇവിടെ നോക്കാം. തേർഡ് ഓപ്ഷനിൽ നോക്കുമ്പോൾ N14 ജെ അപ്പോൾ -4 ഷിഫ്റ്റ്, ജെയും -4. പക്ഷേ എഫ് എന്ന് പറഞ്ഞാൽ 6ഉം എ എന്ന് പറഞ്ഞാൽ 1ഉം ആണ്. അപ്പോൾ ഇവിടെ വന്ന ഷിഫ്റ്റ് എത്രയാണ്? ഇവിടെ വന്ന ഷിഫ്റ്റ് -5 ആണ് വന്നേക്കണം അല്ല. പക്ഷേ ബാക്കി എല്ലാ ഓപ്ഷൻസിലും -4 അല്ല എല്ലായിടത്തും ഷിഫ്റ്റ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓഡ് വൺ ഔട്ട് ഓപ്ഷൻ 3 ആവാനാണ് ചാൻസ്. ഇനി ഓപ്ഷൻ 3 ആയിരിക്കും നമ്മുടെ ഓഡ് വൺ ഔട്ട്. ഇനി നമ്മളിത് ജസ്റ്റ് കമ്പയർ ചെയ്യുമ്പോൾ എഫും ബിയും -4 ഷിഫ്റ്റ് ആണല്ലോ. 6 - 4 ആണല്ലോ ബി എന്ന് പറഞ്ഞാൽ. 6 - 4 ആണ് 2 എന്ന് പറഞ്ഞാൽ ബി ആണ്. സിമിലർലി ബി എന്ന് പറഞ്ഞാൽ 28 എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ -4 എന്ന് പറയുമ്പോൾ 24 അതാണ് എക്സ്. എക്സ് എന്ന് പറഞ്ഞാൽ 24 ആണ്. -4 എന്ന് പറഞ്ഞാൽ ടി ആണ്. അപ്പോൾ ഇവിടെ എല്ലാ ഓപ്ഷൻസിലും ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ -4 ഷിഫ്റ്റ് ആണ് എക്സെപ്റ്റ് ഫോർ ദ തേർഡ് ഓപ്ഷൻ. അപ്പോൾ നമ്മുടെ ഓഡ് വൺ ഔട്ട് ഓപ്ഷൻ 3 ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സെലക്ട് ദി കറക്റ്റ് കോമ്പിനേഷൻ ഓഫ് മാത്തമാറ്റിക്കൽ സൈൻസ് ദാറ്റ് ക്യാൻ ബി. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഇവിടെ സ്റ്റാർ എന്ന് പറഞ്ഞേക്കുന്നത് എല്ലായിടത്തും ഏതെങ്കിലും മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ആയിരിക്കണം വരേണ്ടത്. സച്ച് ദാറ്റ് ഈ ഇക്വേഷൻ കറക്റ്റ് ആവണം. അപ്പോൾ ഓപ്ഷൻസിൽ ഏത് സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് ആണ് ഈ ഇക്വേഷനെ കറക്റ്റ് ആക്കണേ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഈ ഓപ്ഷൻസിൽ എല്ലാത്തിലും ലാസ്റ്റ് ഈക്വൽ ടു സിമ്പിളാണ്. ഓക്കെ, ഇവിടെ ഈക്വൽ ടു സിമ്പിളാണ്. അതായത് നമുക്ക് ഈ ഇക്വേഷൻ്റെ RHS എന്ന് പറഞ്ഞൊരു ഇൻറ്റീജർ കിട്ടി, LHS നമുക്കൊരു ഇൻറ്റീജർ കിട്ടി അല്ലേ. RHS ഉം LHS നമുക്ക് ഇൻറ്റീജേഴ്സ് കിട്ടി. ഓക്കെ, ഇനിയിപ്പോൾ RHS ഒരു ഇൻറ്റീജറാണ് അല്ലെങ്കിൽ ഒരു ഹോൾ നമ്പർ ആണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഒരു ഹോൾ നമ്പർ ആയിരിക്കണം. അവിടെ ഒരു ഫ്രാക്ഷനോ അങ്ങനെയൊന്നും വരാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ ബേസിലാണ് നമ്മൾ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യണം. ഓക്കെ, ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ നമ്മൾ ഇനി ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം. അപ്പോൾ RHS 4 എന്ന് കിട്ടി. അപ്പോൾ നമ്മളിവിടെ ഇനി ഡിവൈഡ് സിമ്പിൾ വന്ന പ്ലേസസ് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഡിവൈഡ് സിമ്പിളാണ്. അപ്പോൾ അതിൻ്റെ അത് സെക്കൻഡ് ലാസ്റ്റ് സിമ്പിൾ ഡിവൈഡ് ആണ്. അതിൻ്റെ അടുത്തും ഇവിടെ ഡിവൈഡ് സിമ്പിൾ വന്നതാണ്. ഓക്കെ, ഇവിടെ ഡിവൈഡ് സിമ്പിൾ വന്നാൽ എന്താണ് പ്രശ്നം? ഇവിടെ ഡിവൈഡ് സിമ്പിൾ വന്നു കഴിഞ്ഞാൽ അതിന് ഇവിടെ തൊട്ട് പിന്നെ മൈനസും വന്നു. അപ്പോൾ -11 / 6 എന്ന് പറഞ്ഞു. അതായത് ഇവിടെ ഒരു ഫ്രാക്ഷൻ വന്നില്ലേ. അപ്പോൾ ഈ ഫ്രാക്ഷൻ വന്നു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യുമ്പോൾ ഈ LHS എപ്പോഴും ഒരു ഫ്രാക്ഷൻ ഫോം ആയിരിക്കും. അപ്പോൾ നമുക്ക് പക്ഷേ നമ്മുടെ RHS ഒരു ഹോൾ നമ്പർ അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു ഓപ്ഷൻ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. സിമിലർലി ഇവിടെയും നോക്കുമ്പോൾ ഇവിടെയും ഡിവൈഡ് സിമ്പിൾ തന്നെയാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് സെക്കൻഡ് ഓപ്ഷനും ചൂസ് ചെയ്യാൻ പറ്റില്ല. ഇനി നമുക്ക് തേർഡ് ഓപ്ഷൻ നോക്കാം. തേർഡ് ഓപ്ഷൻ മാത്രം നോക്കിയാൽ മതി. അപ്പോൾ അത് കറക്റ്റ് ആയില്ലെങ്കിൽ ഫോർത്ത് ഓപ്ഷൻ ആയിരിക്കും ആൻസർ. അത് കറക്റ്റ് ആക്കിയാൽ തേർഡ് ഓപ്ഷൻ തന്നെ ആയിരിക്കും ആൻസർ. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞേക്കുന്ന ഓർഡർ നോക്കാം. 42 / 7 + 64 ഓക്കെ +64 -11 × 6 = 4 എന്നാണ് വന്നേക്കണം. അപ്പോൾ ഇത് നമുക്ക് ചെയ്ത് നോക്കാം. ഇതെന്ന് പറഞ്ഞാൽ 66 അല്ലേ. ഓക്കെ, ഇത് ബോർഡ് മാസ് റൂൾ അനുസരിച്ചാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഫസ്റ്റ് ചെയ്യാം. ഇത് ഓക്കെ 42 / 7 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 ആണ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ ബോർഡ് മാസ് അനുസരിച്ച് പിന്നെ ഇൻറ്റു ആണ് ചെയ്യേണ്ടത്. അപ്പോൾ 11 × 6 എന്ന് പറഞ്ഞാൽ -66 എന്ന് വരും. ഓക്കെ, ഇനി ഇത് ചെയ്യാന്ന് പറഞ്ഞാൽ 64 - 66 എന്ന് പറയുമ്പോൾ -2 എന്ന് വരും. 6 - 2 എന്ന് പറഞ്ഞാൽ 4 വരും. ഓക്കെ, അത് ക്ലിയർ ആയില്ലേ? അപ്പോൾ എന്താണെന്നുള്ളത് ഈ സൈഡ് കിട്ടി. തേർഡ് ഓപ്ഷൻ തന്നെ കറക്റ്റായി. ഓക്കെ, ഇനി അടുത്തത് ദ സീക്വൻസ് ഓഫ് ഫോൾഡിങ് എ പീസ് ഓഫ് പേപ്പർ ആൻഡ് മാനർ വിച്ച് ദ ഫോൾഡഡ് പേപ്പർ ഹാസ് ബീൻ കട്ട് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ഇനി ഓപ്ഷൻ ഇത് അൺഫോൾഡ് ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത് ഫോൾഡ് ചെയ്ത് ഇങ്ങനെ ഫോൾഡ് ചെയ്തു, അതുകൊണ്ട് ഈ ഒരു ഡയറക്ഷനിൽ ഫോൾഡ് ചെയ്തു. ഇനി അൺഫോൾഡ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ആ ട്രിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അൺഫോൾഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ മിറർ ഇമേജ് ആയിരിക്കും ഇവിടെ ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മിറർ ഇമേജ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഒരു മിറർ വെച്ച് അങ്ങനെ ഇരിക്കും, അതുപോലെ ആയിരിക്കും അതിൻ്റെ മുകളിൽ വന്നത്. ഇവിടെ മിറർ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മിറർ ഇമേജ് എങ്ങനെ ഫോം ചെയ്യുമോ അതായിരിക്കും മുകളിൽ വന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം. ഇവിടെ സർക്കിളാണ്, ഇത് ഡയമണ്ട് സിമ്പിളാണ്. അപ്പോൾ ആ സിമ്പിൾസിനൊന്നും വലിയ വ്യത്യാസം വരില്ല. കാരണം അത് ഹൊറിസോണ്ടലിന് അബൌട്ട് ഹൊറിസോണ്ടൽ ഒരു, അതായത് ഈ മിററിൻ്റെ ലൈനിന് അബൌട്ട് ഹൊറിസോണ്ടലി അത് സിമെട്രിക് ആണല്ലോ. അപ്പോൾ ടോപ്പ് ടു ആ ഒരു ഇൻ്റർചേഞ്ച് നമ്മൾ പറഞ്ഞില്ലേ മിറർ ഇമേജിൽ എന്ന് പറയുമ്പോൾ
ഇങ്ങനെയാണ് മിറർ പ്ലേസ് ചെയ്തെങ്കിൽ ഒരു ടോപ്പ് ടു ബോട്ടം ഇൻവേർഷൻ ആയിരിക്കും നടക്കുന്നത്. പക്ഷേ ഈ കേസിൽ എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ അബൌട്ട് സിമെട്രിക് ആണെങ്കിൽ 0 ആണെങ്കിൽ അവിടെ ചേഞ്ച് ടോപ്പ് ടു ബോട്ടം ഇൻ്റർചേഞ്ച് നടന്നാലും നമുക്കത് മനസ്സിലാവില്ല, കാരണം സിമെട്രിക് ആയതാണ്. അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് ഈ ഒരു ട്രയാങ്കിളിൻ്റെ കേസ് മാത്രം നമുക്ക് വരച്ച് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ മിറർ. ഇത് അൺഫോൾഡ് ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കുന്നതാണ്, ഇങ്ങനെയാണ് നമുക്ക് വന്നേക്കുന്ന ട്രയാങ്കിൾ അല്ലേ. അപ്പോൾ ഇതിൻ്റെ എങ്ങനെ വരും, മിറർ ഇമേജ് എടുക്കുമ്പോൾ ഈ പോയിന്റ് എത്ര ഡിസ്റ്റൻസിലാണോ അത്രയും പോയിന്റ് തന്നെ അതിൻ്റെ ഡിസ്റ്റൻസ് വരും. ഈ പോയിന്റ് എത്ര ഡിസ്റ്റൻസിലാണോ അത്രയും ഡിസ്റ്റൻസ് തന്നെ അതിൻ്റെ മിറർ ഇമേജ് ഇങ്ങോട്ട് വരും. ഈ പോയിന്റ് എത്ര ഡിസ്റ്റൻസിലാണോ ഓക്കെ അത്രയും ഡിസ്റ്റൻസിൽ തന്നെ ഇവിടെ വരും. അപ്പോൾ ഇത് അൺഫോൾഡ് ചെയ്യപ്പോൾ ഈ ഒരു ട്രയാങ്കുലർ സാധനമല്ലേ, അതിൻ്റെ ഇവിടെ വന്നേക്കണ കട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു രീതിയിലായിരിക്കും ഇരിക്കുന്നത്. ഈ ഒരു രീതിയിലായിരിക്കും ആ കട്ട് ഇരിക്കുന്നത്. അതായത് ഇതിൻ്റെ മിറർ ഇമേജ് ആയിരിക്കും ഇവിടെ ഫോം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമുക്ക് അത് ഓപ്ഷൻസ് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം, ഈ ഒരു പാർട്ട് മാത്രം. ഓക്കെ, ഈ ഓപ്ഷൻ നോക്കുമ്പോൾ ഈ കണ്ടോ, ഈ ഒരു ട്രയാങ്കുലർ കട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡയറക്ഷനിലല്ലേ ക്വസ്റ്റ്യൻ ഇരിക്കുന്നത്. പക്ഷേ ഓപ്ഷൻസിൽ എന്ന് പറഞ്ഞാൽ അത് ഇൻവേർട്ടഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ, പിന്നെ ഈ ഓപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. കണ്ടോ, ഈ ട്രയാങ്കിളിൻ്റെ ഡയറക്ഷൻ കണ്ടോ, ഇതിൻ്റെ സെയിം ഡയറക്ഷനിൽ തന്നെയല്ലേ ഇരിക്കുന്നത്, പക്ഷേ അത് ഇങ്ങനെയല്ലേ വന്നത്. അപ്പോൾ ഈ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ഈ ഓപ്ഷൻ നോക്കാം. ഈ ഓപ്ഷനിൽ ഓക്കെ കറക്റ്റ് നമ്മൾ വരച്ച പോലെ തന്നെ വന്നിട്ടുണ്ട്. ഈ ഓപ്ഷനിലും ആ ഒരു ഡയറക്ഷനിൽ തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇനി നമുക്ക് ഓപ്ഷൻ ബിയും സിയും തമ്മിൽ എങ്ങനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ മിറർ ഇമേജ് ആയിരിക്കും ഇവിടെ ഫോം ചെയ്യുന്നത്. ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു പോയിന്റിൽ ഫോം ചെയ്തേക്കേണ്ട മിറർ ഇമേജ് ആയിരിക്കും ഈ സൈഡിൽ ഫോം ചെയ്യണത് അൺഫോൾഡ് ചെയ്യുമ്പോഴത്തേക്കും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ ഓപ്ഷൻ ബിയിൽ ഈ ഒരു ഡയമണ്ട് സിമ്പിൾ ഇവിടെ വന്നിട്ടുണ്ടല്ലേ, ആ ഒരു ഡയമണ്ട് സിമ്പിൾ വരാനായിട്ടുള്ള കട്ട് ഇവിടെ ആക്ച്വലി ഇല്ല. ഇങ്ങനത്തെ ഒരു കട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് അവിടെ ഒരു ഡയമണ്ട് സിമ്പിൾ വരുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഓപ്ഷൻ ബി എലിമിനേറ്റ് ചെയ്യാം, കാരണം ഇവിടെ എക്സ്ട്രാ ഒരു കട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആയിരിക്കും. ഓക്കെ, അത് നിങ്ങൾക്ക് ജസ്റ്റ് അൺഫോൾഡ് ചെയ്യണത് ആലോചിച്ചാലും കിട്ടും. എന്നാലും ഡൗട്ട് ഉള്ളവർക്കാണ് ഞാൻ പറഞ്ഞത് മിററിൻ്റെ ട്രിക്ക് പറഞ്ഞത്. അൺഫോൾഡ് ചെയ്യണ ആ ലൈനിൽ നമ്മളൊരു മിറർ കീപ്പ് ചെയ്യുക, എന്നിട്ട് താഴെ ഇരിക്കണതിൻ്റെ മിറർ ഇമേജ് ആയിരിക്കും മുകളിൽ വന്നത്. അപ്പോൾ മിറർ ഇമേജ് മാത്രം ജസ്റ്റ് വരച്ച് നോക്കുക. ആ രീതിയിൽ വന്നേക്കണ പാറ്റേൺ ഏതാണോ അതായിരിക്കും കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്തത് മറ്റേ ഡിക്ഷണറി. ഓക്കെ, ഈ തന്നിരിക്കുന്ന വേർഡ്സിന് ഡിക്ഷണറി ഓർഡറിൽ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഏതാണ് കറക്റ്റ് പാറ്റേൺ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കുമ്പോൾ എല്ലാം 5 വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യണത്. 5th ഏതാണ്, അതായത് ഫ്രോഡ് എന്ന് പറഞ്ഞാൽ വേർഡ് വെച്ചായിരിക്കും സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുക. ഓക്കെ, എല്ലാ വേർഡിൻ്റെ സ്റ്റാർട്ടിങ് FR വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അത് വെച്ച് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല ഏതാണ് കറക്റ്റ്, ഏതായിരിക്കും ഫസ്റ്റ് വന്നതെന്നുള്ളത്. പിന്നെ തേർഡ് വന്നേക്കുന്ന ലെറ്റർ വെച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ തേർഡ് വന്ന ലെറ്റർ A ആണ്, A അല്ലേ ആദ്യത്തെ ലെറ്റർ. അപ്പോൾ ബാക്കിയുള്ള വേർഡിൽ ഒന്ന് എയിലല്ല തേർഡ് ലെറ്റർ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേർഡ് എന്തായാലും 5 തന്നെ ആയിരിക്കും. ഇനിയിപ്പോൾ നമുക്കിത് ഓപ്ഷൻസ് നമുക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് ജസ്റ്റ് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഓപ്ഷനിൽ മാത്രം ലാസ്റ്റ് വേർഡ് 4 ആണ്, ബാക്കിയെല്ലാ ഓപ്ഷനിൽ 3 ആണ്. നമുക്ക് അവിടെ വെച്ച് എങ്ങനെയെങ്കിലും ഓപ്ഷൻ എലിമിനേഷൻ ചെയ്യാൻ പറ്റുമോ നോക്കാം. 4 എന്ന് പറഞ്ഞാൽ ഫ്രോസൺ ആണ്, 3 എന്ന് പറഞ്ഞാൽ ഫ്രയർ ആണ്. ഓക്കെ, ഫ്രയറിൻ്റെ തേർഡ് വേർഡ് Y ആണ്, ഇതിൻ്റെ O ആണ്. അപ്പോൾ ഒബ്വിയസ്ലി ഫ്രയർ ആയിരിക്കുമല്ലോ ലാസ്റ്റ് വന്നത്, കാരണം അതിൻ്റെ തേർഡ് വേർഡ് Y അല്ലേ ലേറ്റർ വന്നത് ആൽഫബറ്റ്സിൽ. അപ്പോൾ ഇതായിരിക്കും ലാസ്റ്റ് വന്നത്. അപ്പോൾ നമുക്ക് തേർഡ് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത് കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇതിൽ പറയുന്നത് 4th വേർഡ് ആയിരിക്കും ലാസ്റ്റ് വന്നതെന്നാണ് പറയുന്നത്. പക്ഷേ 4th വേർഡ് ഫ്രോസൺ ആണ്, അതിൻ്റെ O ആണ്. അപ്പോൾ അതല്ലായിരിക്കും എന്തായാലും. അപ്പോൾ ബിറ്റ്വീൻ ദീസ് 3 ഓപ്ഷൻസിനെ നോക്കിയാൽ മതി. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷനിൽ 5 2 1 ആണ് വന്നേക്കണത്, ഇവിടെ 5 1 2 ആണ് വന്നേക്കണത്, 5 6 2 ആണ് വന്നേക്കണത്. അപ്പോൾ ഇനി ബിറ്റ്വീൻ ദീസ് 2 ഓപ്ഷൻ നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്താൽ മതി, സെക്കൻഡ് ആണോ 1 ആണോ 6 ആണോ ഏറ്റവും ആദ്യം വരാൻ പോണതെന്ന് നോക്കിയാൽ മതി. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഫ്രീഡം ആണ്. ഓക്കെ, 1 എന്ന് പറഞ്ഞാൽ ഫ്രീസാണ്. ഓക്കെ, 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 എവിടെയാണ്, ഫ്രിഞ്ചാണ് അല്ലേ. അപ്പോൾ ഫ്രിഞ്ച് എന്തായാലും ആകില്ല, കാരണം ഫ്രിഞ്ച് സെക്കൻഡ് ലെറ്റർ ആയിട്ട് വരില്ല, കാരണം I ആണ് വന്നേക്കണം, അതിൻ്റെ തേർഡ് ലെറ്റർ ആയിട്ട് വന്നേക്കണം. പക്ഷെ ഇവിടെ E ഉണ്ട്. ബിറ്റ്വീൻ ദീസ് 2 ഓപ്ഷൻ നോക്കുമ്പോൾ നമ്മൾ ഓക്കെ ഇവിടെ ഫിഫ്ത്ത് ലെറ്റർ Z ആണ് വന്നേക്കണം, ഇവിടെ D ആണ് വന്നേക്കണം. അപ്പോൾ നമ്മുടെ ആദ്യം തന്നെ വേർഡ് ഏതായിരിക്കും, ഓപ്ഷൻ ഈ ഫ്രീഡം എന്ന് പറഞ്ഞ വേർഡ് ആയിരിക്കും ഫസ്റ്റ്. 5 കഴിഞ്ഞിട്ട് വന്ന ലെറ്റർ എന്ന് പറഞ്ഞാൽ ഫ്രീഡം ആയിരിക്കും. നമ്മുടെ ആൻസർ ഓപ്ഷൻ 1 ആയിരിക്കും. ഓക്കെ, അത് എളുപ്പം ക്വസ്റ്റ്യൻ ആയിരുന്നു. ഈ ഓപ്ഷൻ അല്ല, ഈ ഓപ്ഷൻ അല്ല, നമ്മുടെ ആൻസർ ഓപ്ഷൻ. ഓക്കെ, ഇതോടെ ഇന്നത്തെ ടോപ്പിക് ഇന്നത്തെ പേപ്പർ നമ്മൾ സോൾവ് ചെയ്തു. ഓക്കെ, ഈ പേപ്പറിൽ 2-3 ക്വസ്റ്റ്യൻസ് ഡിഫിക്കൽട്ടായിട്ടുള്ള ഉണ്ടായിരുന്നു, പുതിയ പാറ്റേൺ ഉണ്ടായിരുന്നു. അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ റെക്കമെൻഡേഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതോടെ നമുക്ക് ഈ സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.